രാഷ്ട്രീയത്തിൽ കക്ഷിഭേദമന്യേ പലരും എല്ലാവർക്കും ശത്രുക്കളായിരുന്നു. രാജേന്ദ്രൻ ഒരു വിട്ടുവീഴ്ചയും അതിനകത്ത് CPI ആയാലും CPM ആയാലും കോൺഗ്രസ് ആണെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്തൊരു വ്യക്തിത്വമായിരുന്നു രാജേന്ദ്രൻ. രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല, സ്പിരിച്വാലിറ്റി, ചാരിറ്റി, പിന്നെ ജേർണലിസം, ഇതിൻ്റെയൊക്കെ മറവിൽ എന്തും ചെയ്യാമെന്നൊരു ധിക്കാരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇത് ലീക്കായത്? അവർ ഇത്രയും കോൺഫിഡൻഷ്യലായിട്ട് ചെയ്തൊരു കാര്യം ആരെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് ഊഹിക്കാനേ പറ്റുള്ളൂ. കാരണം ആര് കൊടുത്തു എന്ന് പറയാൻ പറ്റില്ല. ഒന്നുകിൽ കൊടുത്ത കത്തയച്ച ആള്, അല്ലെങ്കിൽ റിസീവ് ചെയ്ത ആള്, ഇവരിലാരെങ്കിലും ആയിരിക്കണം. ഇതിനിടയ്ക്ക് നിന്ന് ആരെങ്കിലും, ഇടയ്ക്ക് നിന്ന ആൾക്കാരാവാം, പാർട്ടിക്കാരാവാം, അവരുടെ വിശ്വസ്തരാരെങ്കിലും, പാർട്ടിക്കാരാവാം, രാഷ്ട്രീയക്കാരിലുണ്ടല്ലോ. പുതിയകാലഘട്ടം ഇപ്പം അന്നും ഇന്നും ശരിക്കും നടക്കുന്ന കാര്യങ്ങളാണല്ലോ. അതുപോലെ രാജേന്ദ്രൻ സാർ ആദ്യം ഒരു തുടക്കമിട്ടൊരു കേസ് മന്ത്രി MP ഗംഗാധരൻ. അതിന് മുൻപൊരു കാര്യമുണ്ട്. ഇത് 1975 അടിയന്തരാവസ്ഥ വന്നു. അടിയന്തരാവസ്ഥ വന്ന കാലഘട്ടത്തിൽ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മറ്റേ ചെമ്മീൻ്റെ രാമുകാരിയായിട്ട്, പിന്നെ അമ്പിളി സംവിധായകനൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. സുധീരൻ്റെ സ്ഥലം അത് വലപ്പാട്, ആ ഏരിയ. അവൾ കാരണം അടിയന്തരാവസ്ഥ അത്രയും ഭീകരമായിരുന്നല്ലോ, നമുക്ക് ഒരു ഇതിൽ ഇൻവോൾവ് ആവാൻ പറ്റില്ല. അങ്ങനെ ഉമാ പ്രിൻറ്റേഴ്സിൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. മറ്റേ കാജാബീഡിയുടെ മാനേജറായിട്ട് നല്ല ഒരു ഓഫ്സെറ്റ് പ്രസ്സാണ്. കാരണം ഇത് ഈ അടിയന്തരാവസ്ഥ തീരുന്നവരെ എവിടെയും വിടാൻ പറ്റും. രാജേന്ദ്രനാണെങ്കിൽ എൻ്റെ അറിവിലത് പിണറായിയിലാണെന്ന് തോന്നുന്നു താമസിച്ചിരുന്നത്. പിണറായി വിജയൻ്റെ വീടിൻ്റെ പരിസരത്തോ പാർട്ടി ഓഫീസിൻ്റെ അവിടെ, അന്നൊക്കെ അത് പ്രൊട്ടക്റ്റഡ് ആണ് ഏരിയ. അങ്ങനെ അത് കഴിഞ്ഞ് അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ വന്ന ശേഷമാണ് പിന്നെ രണ്ടാമതും നവാബ് തുടങ്ങിയപ്പോൾ ഇതിനേക്കാളും അഗ്രസീവായിട്ടാണ് എഴുതിയിരുന്നത്. പ്രമുഖ വ്യക്തികളെ മുഴുവൻ എല്ലാ എവിഡൻസാണ്. തൃശ്ശൂരിലെ പല വ്യവസായികൾക്കും പലതിലും ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്ന് കാണിക്കുന്ന രേഖ അടക്കമായിരുന്നു. ഒരാളും കേസ് കൊടുക്കാൻ പോലും തയ്യാറായില്ല. ആരും കേസ് കൊടുക്കാൻ തയ്യാറായില്ല. അപ്പം അങ്ങനെ അത് ഞാൻ എന്താ എടുത്ത് പറയാത്ത വെച്ചാൽ എനിക്ക് കയ്യിൽ രേഖയില്ല കാണിക്കാനായിട്ട്. ഇല്ലാത്തടത്തോളം നമ്മളത് അർത്ഥമില്ല. അപ്പം അങ്ങനെ പലരെയും പല VIP-കളായിട്ടുള്ള ആൾക്കാരെയും കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്തു. ഇന്നത്തെ നമ്മൾ പല സ്ഥലത്തും കാണുന്ന മാതിരി ബ്ലാക്ക് മെയിലിംഗ് അല്ലായിരുന്നു ഉദ്ദേശം. എന്നാൽ പിന്നെ അന്നേ ചെയ്യാമായിരുന്നു. അങ്ങനെ 76, 77 രണ്ടാമതും തുടങ്ങി. അപ്പോഴേക്കും ആ പ്രസ് മാറപ്രയം കമ്പനിക്ക് ലോൺ കൊടുത്തിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഗുണം എന്താ, എപ്പോഴും നടക്കുന്ന കാര്യം വെച്ചാൽ ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും ഒരു ജപ്തി വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും പാർട്ടിയുടെ ആൾക്കാരെയോ മിനിസ്റ്റേഴ്സിനെയോ ആരെങ്കിലുമൊക്കെ സ്വാധീനിച്ചിട്ട് ജപ്തി നിർത്തിവെക്കലല്ലേ പതിവ്. നമുക്കുണ്ടായൊരു ഭാഗ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നാളെ ജപ്തി ആണെങ്കിൽ ഇന്ന് തന്നെ ചെയ്തു എന്നാണ് ഓർഡർ. രാജേന്ദ്രൻ്റെ പ്രോപ്പർട്ടിയൊക്കെ ആണല്ലോ, നാളേക്ക് ആക്കണ്ട, ഇന്ന് തന്നെ അത് ക്ലോസ് ചെയ്തു തോന്നുന്നു. അങ്ങനെ ഒരു സഹായം പല ആൾക്കാരിൽ നിന്നുണ്ടായി. രാഷ്ട്രീയത്തിൽ കക്ഷിഭേദമന്യേ പലരും എല്ലാവർക്കും ശത്രുക്കളായിരുന്നു. രാജേന്ദ്രൻ ഒരു വിട്ടുവീഴ്ചയും അതിനകത്ത് CPI ആയാലും CPM ആയാലും കോൺഗ്രസ് ആണെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്തൊരു വ്യക്തിത്വമായിരുന്നു രാജേന്ദ്രൻ. എന്നാണ് ഈ ഒരു കൗമാരത്തിലാണ് അദ്ദേഹം ഏകദേശം ഒരു 18 വയസ്സിലാണല്ലോ അദ്ദേഹം ജന്മഭൂമി തുടങ്ങുന്നത്. എന്ന് മുതലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു 21 വയസ്സായിട്ടുണ്ടാവും ആ സമയത്ത്. 2-3 കൊല്ലാണല്ലോ. കാരണം ജന്മഭൂമി തുടങ്ങിയത് 68-ല്, 68-ൽ തുടങ്ങി. ആയിക്കോട്ടെ, എങ്കിൽ പോലും സാധാരണ ചെറുപ്പക്കാരൊക്കെ ഈ രീതിയിൽ ചിന്തിക്കാത്തൊരു കാലഘട്ടത്തിൽ അദ്ദേഹം എന്ന് മുതലാണ് അങ്ങനെ ഒരു ഇതിലേക്ക് വരുന്നത്? അത് ഒരു പക്ഷേ ഈ ജനറ്റിക്സിൻ്റെ ആയിരിക്കാം. അച്ഛൻ ഇങ്ങനെ ഒരു സ്വഭാവമായിരുന്നു. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതെ ജന്മഭൂമി തറയുണ്ടായിരുന്നു പ്രസംഗത്തിന്. എവിടെ കുറുപ്പം റോഡ് കൊണ്ട് കയറിയിട്ട് മറ്റേ നടുവിലാലിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് മണികണ്ഠനാലിൻ്റെ അടുത്തായിട്ട് അവിടെ ഇരുന്ന് പബ്ലിക് സ്പേസിനകത്ത് എല്ലാ ഞായറാഴ്ചകളിലും പ്രസംഗമായിരുന്നു. അതിനകത്ത് കൃത്യമായിട്ട് രാജാവിനെയും മന്ത്രിയും മറ്റവരെയും ബ്രിട്ടീഷുകാരെയും സർവ്വ ആൾക്കാരെയും കൃത്യമായി പേരെടുത്ത് വിമർശിക്കുന്ന ഒരു ജനറ്റിക്സ് രാജേന്ദ്രൻ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ ഒരു പൈതൃകം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അങ്ങനെ ട്രെയിനിങ് കൊടുക്കാൻ തക്കമുള്ള സാഹചര്യം നമുക്കില്ലായിരുന്നു. വന്ന് എഴുതി തുടങ്ങിയപ്പോൾ 2 തരത്തിലുള്ള ജേർണലിസ്റ്റ് ഉണ്ടല്ലോ. ഒന്ന് പല സ്ഥലത്തും നടക്കുന്നതാണ്. ഇപ്പം സുമേഷിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഞാനൊരു ആർട്ടിക്കിൾ എഴുതുക, സുമേഷ് എന്നെ വന്ന് കണ്ടുകഴിഞ്ഞിട്ട് വേണ്ട രീതിയിൽ കണ്ട് കാശൊക്കെ തന്നു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെഴുതുക. അതാണല്ലോ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ നമ്മുടെ ഈ പത്രപ്രവർത്തന മേഖല, മാധ്യമ രംഗം ഇത്രയും വികസിച്ചിട്ടും ഡിജിറ്റലായി ഈ സ്വഭാവം മാറി. എന്നിട്ടും ആ സ്വഭാവം വർദ്ധിച്ചിട്ടേ ഉള്ളൂ. മാറിയെന്നില്ല എന്നല്ല, വർദ്ധിച്ചിട്ടേ ഉള്ളൂ. മാധ്യമപ്രവർത്തനത്തെ ബിസിനസ്സായി കാണുന്നവരാണ് കൂടുതലും. തനി ബിസിനസ്സായി കാണുന്നവരാണ്. 2 മാറ്റങ്ങൾ കേരളത്തിൽ വന്നു. ഒന്ന് മാധ്യമപ്രവർത്തനത്തിൻ്റെ വ്യഭിചാരം, പിന്നൊന്ന് സിനിമ.
സിനിമയ്ക്കകത്ത് ഒരു എത്തിക്സ് ഇല്ലാത്ത രീതിയിൽ സിനിമ ആർക്കും എന്തും എങ്ങനെ വേണമെങ്കിൽ എടുക്കാം, നിങ്ങൾ കണ്ടോളണം എന്നുള്ള രീതിയിൽ ഒരു കമ്പൽസറി ആക്ടിവിറ്റി ആയിട്ട് മാറ്റി ഇല്ലേ? ഞാൻ അഭിനയിക്കും, എനിക്ക് അഭിനയശേഷി ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല, പക്ഷേ യു ഷുഡ് ബൈ ദ ടിക്കറ്റ്, എനിക്ക് ലംബോർഗിനി വാങ്ങണം. അല്ല, ഇങ്ങനൊരു ലെവലിലേക്ക് നമ്മൾ ചിന്ത മാറി തുടങ്ങി. അപ്പോൾ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് ഒരു അഡ്രസ്സിന് വേണ്ടിയിട്ട്. ഇപ്പം വേറൊരു കാര്യമുണ്ട് സുമേഷിനറിയോ, ഈ രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല, സ്പിരിച്വാലിറ്റി, ചാരിറ്റി, പിന്നെ ജേർണലിസം, ഇതിൻ്റെയൊക്കെ മറവിൽ എന്തും ചെയ്യാമെന്നൊരു ധിക്കാരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും പല സ്ഥലത്തും അല്ലേ? ഇതൊരു മറയാണ് സാർ. അതായത് ഞാൻ സാറിന് ഇൻ്റർവ്യൂ ചെയ്യാനാണ് വന്നത്, രാജേന്ദ്ര സാറിൻ്റെ കാര്യങ്ങൾ കേൾക്കാനാണ് വന്നതെങ്കിൽ പോലും അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതൊരു മറയാണ്. പത്രപ്രവർത്തനമായിരുന്നാലും അല്ലെങ്കിൽ ആത്മീയതയായിരുന്നാലും എന്തായിരുന്നാലും ഒരു മറയാണ്. ഈ മറച്ച് പിടിച്ചു നിൽക്കുന്നവർക്ക് ഒരു പ്രശ്നമുണ്ടാവില്ല. ഈ മറയ്ക്ക് പിന്നിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതിന് ഏത് വിഭാഗത്തിലും ജെന്യൂനായിട്ട് ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന, അങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ സംശയത്തിൻ്റെ നിഴലിലാക്കുകയും ബലി കൊടുക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണുള്ളത്. സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് ചെയ്യുന്നത് ആരാണോ അവൻ സുരക്ഷിതനാണ്. കാരണം അധികാരിവർഗം എപ്പോഴും അവനോടൊപ്പമായിരിക്കും. അത് അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠം. അത് ഇപ്പം നടന്നു വരുന്ന സംഭവങ്ങൾ അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് റേപ്പ് കേസുകൾ, ബലാത്സംഗ കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ ആരും യഥാർത്ഥ പ്രതി ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇല്ല, എവിടെയാണ്? കാരണം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ കോടതി നിയമങ്ങൾ കുറേ കാലം ഞങ്ങൾ പോയിരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ നിയമത്തിൻ്റെ കുറേ വശങ്ങൾ അറിയാം കൃത്യമായിട്ട്. കോടതിയിൽ പോയതും വീരേന്ദ്രമേൻ്റെ പരിചയം. അപ്പം ഞാൻ നോക്കുമ്പോൾ പല കേസുകളിലും വരുന്നതിനകത്ത് പല ലൂപ്പ് ഹോൾ ഉണ്ടാക്കിയിട്ട് എക്സിറ്റ് ഉണ്ടാക്കുക. അത് എല്ലാവരും ചേർന്നുണ്ടാക്കണതാവാം. ഹൗ ടു എസ്കേപ്പ് സേഫ്ലി. അതെ, കാരണം ഈ നിയമങ്ങൾ സൃഷ്ടിക്കുന്നതും നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതും അതിൻ്റെ ഗുണഭോക്താക്കളാണ്, അവരാണ്. ഈ ഞാനിപ്പോഴും പറയാറുള്ള പോലെ IPCയും CRPCയും BNSSും ലോകം മരണവും തൂക്കുകയറും ഒക്കെ എന്നെയും താങ്കളെയും പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ്. ഇന്ത്യയിലെ കാര്യം മാറ്റിവെക്കാം. കേരളത്തിൽ എത്ര രാഷ്ട്രീയ നേതാക്കൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്? ഇടമലയാർ കേസിൽ R ബാലകൃഷ്ണപിള്ള 1.5 വർഷത്തോളം ജയിലിൽ കിടന്നു. അത് VSന്റെ പോരാട്ടത്തിൻ്റെ ഫലമായി. ബാക്കി ആരെങ്കിലും ഇല്ല ജയിലിൽ കിടന്നിട്ടുണ്ട്. അതായത് ഈ ലോ ബ്രേക്കേഴ്സാണ് ലോ അബൈഡിങ് സിറ്റിസൻസിനേക്കാൾ കൂടുതൽ അല്ലേ? ശരിക്കും എങ്ങനെ ലോ ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നത്, ട്രാഫിക്കിലാണെങ്കിലും ഇതിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും. അപ്പം അങ്ങനെ ഒരു സംസ്കാരം നമ്മളിൽ വളർന്നു വന്നു, കേരളത്തിൻ്റെ തനതായ എന്ന് പറയാം അതിനകത്ത്. അങ്ങനെ ആ 78 സമയത്ത് ഇതൊക്കെ വന്ന് പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടക്കാരെ കൊണ്ട് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. പലിശക്കാരും മറ്റവരും ബാങ്കും മറ്റും. അപ്പം എല്ലാ ഭാഗത്തുനിന്നുള്ള ഫോഴ്സ് ചെയ്യുന്നത് അത് എങ്ങനെയെങ്കിലും ജപ്തി ചെയ്ത് അവരെ തുരത്തുന്നതാണ് നിർദ്ദേശം. സംബഡി ഹാസ് ഡൺ, ആരോ പറഞ്ഞിട്ടുള്ള ഒരു ഫോഴ്സ്. അല്ലാണ്ട് ഇപ്പം ഈ കാലഘട്ടത്തിലാണെങ്കിൽ പോലും നമുക്ക് ആരെങ്കിലും സ്വാധീനിച്ചിട്ട് ജപ്തി നിർത്തിവെക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു അന്ന്. അങ്ങനെ പ്രസ്സൊക്കെ ജപ്തി ചെയ്യേണ്ട സമയത്താണ് അത് അവിടെ കൊടുത്തത്, അവർക്ക് കൊടുത്തത്. ജന്മഭൂമിയല്ല ജന്മഭൂമി അന്നേ മറ്റേ രാമൻപിള്ളിക്ക്, അത് അവർ വേറെ പബ്ലിഷ് ചെയ്യാണ്. ഈ മെഷീനൊക്കെ കൊടുത്ത ശിവൻ എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ എസൻസ് പ്രിന്റേഴ്സ് അവർക്ക് കൊടുത്തു. അത് നമുക്ക് നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. അതായത് MP ഗംഗാധരൻ, മന്ത്രി MP ഗംഗാധരൻ്റെ ആ സമയത്താണ് 1980 ഞാൻ ഇവിടുന്ന് പോയി. അതായത് MP ഗംഗാധരൻ്റെ മകൾ പ്രായപൂർത്തിയാകാതെ വിവാഹം കഴിപ്പിച്ചയച്ചു എന്നുള്ളതായിരുന്നു. അതെ, ആ സമയത്ത് ഞാൻ രാജേന്ദ്രനായിട്ടുള്ള ബന്ധമില്ല. 80 ഞാൻ ഇവിടുന്ന് ചെന്നൈയിൽ പോയി. എൻ്റെ വൈഫ് അവിടെയാണ്, ഇവരും തൃശ്ശൂർക്കാരാണ്. രാജേന്ദ്രനായിട്ട് അങ്ങനെ ബന്ധമൊന്നും ഇല്ല. കാരണം ഇവിടെ പുള്ളി വീട്ടിലുണ്ടെങ്കിലും കോടതിയും വാണ്ടറിങ്ങുമായിട്ട് അങ്ങനെ നടക്കുന്നൊരു പ്രത്യേക ടൈപ്പായിരുന്നു ഡൽഹിയിലും സുപ്രീം കോടതി. ആ സമയത്താണ് ഈ കേസ് വന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരിക്കൽ കുന്നംകുളത്ത് വെച്ച് കണ്ടിരുന്നു. കുന്നംകുളം കോടതിയിലാണ് MP ഗംഗാധരനെതിരായിട്ടുള്ള കേസ് കൊടുത്തത്. ശൈശവ വിവാഹ കേസ്. മകളെ പ്രായപൂർത്തിയാകാതെ വിവാഹം കഴിച്ച് അയച്ചു എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു നിസ്സാര സംഭവമാക്കി തള്ളാവുന്നൊരു കേസിനെ രാജേന്ദ്രൻ അതിൻ്റെ സീരിയസിലെടുത്ത് ഗൗരവമാക്കി എടുത്തിട്ട് അത് കേസാക്കി മാറ്റി. അങ്ങനെ രാജിവെക്കേണ്ടി വന്നു. കാരണം എന്താ വെച്ചാൽ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റായിട്ട് കൊടുത്തു എന്നാണ് പ്രശ്നം. അത് ആന്ധ്രാപ്രദേശിലെ മറ്റേ ജസ്റ്റിസ് ഭാസ്കരനും അങ്ങനെ അനുഭവം ഉണ്ടായെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഈ ഡേറ്റ് കൊടുത്ത സമയത്ത് ഒരു കുട്ടിയെ പ്രസവിച്ച് 8 മാസം കഴിഞ്ഞ ഉടനെ മറ്റേ കുട്ടി എങ്ങനെ പ്രസവിക്കുന്നതാണ് ചോദ്യമായിരുന്നത്. കഴിഞ്ഞില്ലേ? അത് ഈ കുട്ടി ജനിച്ച തീയതിയും മറ്റേ ഈ കുട്ടിയുടെ ചേച്ചിയോ അനിയത്തിയോ ജനിച്ച തീയതി തമ്മിൽ 1 വർഷത്തെ ഗ്യാപ്പ് പോലും ഇല്ല. അപ്പം എങ്ങനെയാണ് പ്രസവം നടന്നത്? ഒരു കുട്ടിയുടെ ഡേറ്റ് ഇപ്പം ഇന്നാണെന്ന് വെച്ചോളൂ, അടുത്ത കുട്ടി ജനിക്കുന്ന 8-ാം മാസത്തിലാണ്, അല്ലെങ്കിൽ 7-ാം മാസത്തിൽ. അപ്പോൾ അവിടെ വലിയ പൊരുത്തക്കേടുണ്ടല്ലോ. അത് എല്ലാവർക്കും ഒരു ക്ലൂ ആയിട്ട് തിരഞ്ഞെടുത്തു.
അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്ന സമയത്ത് PVI പിന്നെ ഇത് ചെയ്യാൻ അറിയില്ല, സത്യവാങ്മൂലം കൊടുത്തിട്ട് അതിഭയങ്കരമായ ആർഗ്യുമെൻറ്റ്സ് ആയിരുന്നു. പിന്നെ ഞാൻ ആളെ കണ്ടിട്ടുള്ളത്, അപ്പോൾ ഞാൻ ചെന്നൈയിൽ നിന്ന് ഇടയ്ക്ക് ഇവിടെ വരും. എനിക്ക് മറ്റേ സിംഗപ്പൂരിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു പ്രിൻറ്റിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള. ഞാനത് പ്രിൻറ്റിങ് ടെക്നോളജി കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ അങ്ങനെ ആ പോണ സമയത്ത് കുന്നംകുളത്ത് വന്ന സമയത്ത് വഴി, കാരണം വീടില്ല, താമസിക്കാൻ സ്ഥലമൊന്നുമില്ല, അവിടെ വെച്ച് കണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആളെ എന്താ പറഞ്ഞത്, ഒരുപാട് വർഷം 5 വർഷമായി. 80 പിരിഞ്ഞു, 85 അങ്ങോർക്ക് അങ്ങനെ സെന്റിമെന്റ്സ് ഒന്നും ഇല്ല രാജേന്ദ്രന്. അങ്ങനെയുള്ള ഒരു ജ്യേഷ്ഠനാണ്, അങ്ങനെയുള്ളതൊന്നുമില്ല. കണ്ടു, അങ്ങനെ സംസാരിച്ചു. വീടുണ്ടെങ്കിലും വിരോധമില്ല, ഇല്ലെങ്കിലും വിരോധമില്ല. ഇൻഡിഫറൻസ് എന്ന് പറയില്ലേ, ഒരു നിർവികാരത, അങ്ങനെ ഒരു അവസ്ഥയുള്ള ആളാണ് രാജേന്ദ്രൻ. അതൊരു പക്ഷേ ഈ വീട് പോയതിൻ്റെ ആവാം, അല്ലെങ്കിൽ അനുഭവത്തിൻ്റെ പേരിലാവാം, ഡൽഹി യാത്ര, മറ്റേത് മറിച്ച്. സുധീരനൊക്കെ നന്നായിട്ട് അറിയാം കാര്യങ്ങളൊക്കെ. പിന്നെ VM സുധീരന് കൃത്യമായിട്ട് എന്നേക്കാൾ കൂടുതൽ ഒരുപക്ഷെ രാജേന്ദ്രനെ കുറിച്ച് അറിയാൻ പറ്റും. കാരണം അവരൊക്കെ ഞാനിവിടെ ഇല്ലാത്ത സമയത്താണ് ഇവർ രാജേന്ദ്രൻ്റെ യാത്രകളും. അന്ന് കേരള ഹൗസിൽ 104 നമ്പർ മുറി കരുണാകരന് വേണ്ടി റിസർവ് ചെയ്ത് മാറ്റിയിട്ട് സുധീരന് കൊടുപ്പിച്ചു രാജേന്ദ്രൻ. ആ പുസ്തകത്തിലുണ്ട്. അവിടെ കരുണാകരൻ്റെ പൂജാമുറിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു VIPക്ക് വേണ്ടിയിട്ട് മുറി ബുക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല കേരള ഹൗസിൽ എന്നായിരുന്നു വാദം. രണ്ടാമത് ഞാൻ പുസ്തകത്തിൽ നിന്ന് വായിച്ചതാണ് കേട്ടോ, മറ്റേ ജസ്റ്റിസ് പല്ലവി അവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ PN ഭഗവതിയുടെ മകള് പല്ലവി സുപ്രീം കോർട്ടിൽ, ആ സമയത്ത് ആൾ സുപ്രീം കോർട്ടിൽ പോകുമായിരുന്നു. അവിടെ നടക്കുന്ന സമയത്ത് പല്ലവിയെ കണ്ടു പരിചയപ്പെടുത്തി, ഇങ്ങനെ PN ഭഗവതി ചീഫ് ജസ്റ്റിസിൻ്റെ മകളാണെന്ന് ആരോ പറഞ്ഞു. അപ്പം തന്നെ രാജ്യത്തിൻ്റെ ബാർ കൗൺസിൽ പരാതി കൊടുത്തു. അവിടെ ചീഫ് ജസ്റ്റിസായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുടെ മകൾ അവിടെ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, ഇന്ത്യൻ നിയമം അനുസരിക്കില്ല. അപ്പത്തേക്ക് അവർ റിസൈൻ ചെയ്തു. അതുപോലെ ട്രെയിനിനകത്ത് അതിലും ഗംഭീരമായത് അവസാനത്തെ കാലഘട്ടത്തിൽ സിറിയക് ജോസഫിനെതിരായിട്ട്, എതിരല്ല, ജസ്റ്റിസ് സിറിയക് ജോസഫിന് പരാതി കൊടുത്തു. അതായത് അങ്ങയുടെ കോടതിയിലുള്ള, അതൊക്കെ ഞാൻ പുസ്തകത്തിലുണ്ട്, ഞാൻ പിന്നെ അയച്ചു തരാം സുമേഷിന്, പുസ്തകത്തിനൊന്ന് കഴിഞ്ഞോട്ടെ. സിറിയക് ജോസഫിനടുത്ത് പരാതി കൊടുത്തതിനകത്ത് അങ്ങയുടെ കീഴിലുള്ള ജസ്റ്റിസുമാർ പല സ്ഥലത്തും ഉദ്ഘാടനത്തിനും മറ്റു കാര്യങ്ങൾക്ക് പോകുന്നുണ്ട്, കോടതി നടപടികൾ കാര്യമായി നടക്കുന്നില്ല, അതുകൊണ്ട് അത് നിയന്ത്രണം വരുത്തണം. അപ്പം എന്നിട്ട് അവിടെ ഹൈക്കോടതിയിൽ പോയി ഇരിക്കുന്ന ആൾ, ഹൈക്കോടതിയിലുള്ള എല്ലാ ജസ്റ്റിസുമാരെയും ഉൾപ്പെടുത്തിയിട്ടാണ് പരാതി. ഇവരാരും സമയത്ത് കോടതിയിൽ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്, അതായത് വരുന്നില്ല വെച്ചാൽ കേസിൽ അറ്റൻഡ് ചെയ്യുന്നില്ല, അവരുടെ ആബ്സെൻസ്, അവർ ഉദ്ഘാടനം മറ്റേ പരിപാടികൾ അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് നടക്കുന്നതുകൊണ്ട് വരുന്ന കക്ഷികൾക്ക് പ്രയാസം അനുഭവപ്പെടുന്നു. അതിലെന്തായിരുന്നു പിന്നീട് വിധി ഉണ്ടായത്? അതിലെന്ത് വിധി ഉണ്ടായി? അത് പരാതി കൊടുത്താണല്ലോ, പരാതി കൊടുത്തു അതിന് വേണ്ട നടപടി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ലീഗൽ നടപടി നടക്കൂലല്ലോ. ഒരു ഷോക്കോസ് നോട്ടീസ് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഡിസ്കഷൻ ഒന്നും വന്നിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. ഹൈക്കോടതിയിൽ കമ്പ്യൂട്ടർ സംവിധാനം ഏർപ്പെടുത്തിയത് രാജേന്ദ്രനായിരുന്നു. ഇവിടെ പാലാരിവട്ടത്തെ ടെലിഫോൺ എക്സ്ചേഞ്ച് 20,000 ലൈനുള്ളത് നഷ്ടപ്പെടാൻ പോണത് ആൾ ഇത് കേസ്, അങ്ങനെ പബ്ലിക് ഇൻട്രസ്റ്റിനകത്ത് ഒരുപാട് കൊടുത്തിരുന്ന ആൾ. അതിനും പുറമെ പിന്നെ മറ്റേ വേറെയും കുറേ കേസുകളുണ്ട്, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഈ ഇത് മാത്രമല്ല, ട്രാഫിക് പരിഷ്കാരങ്ങളെ കുറിച്ച് എറണാകുളത്ത് മറ്റേ ഇവിടെ മനേക്ഷ വന്ന സമയത്ത്, മനേക്ഷ വന്ന സമയത്ത് പുള്ളിക്ക് അതിനെ പറ്റിയൊരു വിഷമം ഉണ്ടായിരുന്നില്ല. കോഴിക്കോട് ട്രാഫിക് പരിഷ്കാരം വരുത്തിയത്. പത്തനംതിട്ടയിൽ ഒരു SI AS സർക്കിൾ ഇൻസ്പെക്ടർ ഒരു കാറിൽ പോകുന്ന സമയത്ത് ഒരുത്തനെ പിടിച്ച് തൂക്കിയെടുത്ത് ജീപ്പിലിടുന്ന സമയത്ത് ഇത് രാജേന്ദ്രൻ്റെ കാറോടെ, രാജേന്ദ്രനല്ല മറ്റേ മഞ്ചേരി സുന്ദർരാജിൻ്റെയെന്ന് തോന്നുന്നു അത് വക്കീല്, ആ കാറോടെ നിന്നപ്പം SIക്ക് മനസ്സിലായി രാജേന്ദ്രനാണെന്നുള്ളത്. വേഗം എന്നിട്ട് പറഞ്ഞ് അവൻ ഭയങ്കര മോശമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പിടിച്ചിട്ടത്. അപ്പം അത്രയ്ക്ക് ഒരു റെസ്പെക്റ്റ് വെച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു അത്. കാരണം അനാവശ്യമായിട്ട് ഇടപെടുകയോ അതിനുവേണ്ടി കമ്മീഷൻ ചോദിക്കുകയോ ചെയ്യാത്ത ഒരാളാണ് രാജേന്ദ്രൻ. മരിച്ച ശേഷം കുറേ മനുഷ്യാവകാശ പ്രവർത്തകർ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ആളുടെ പേരൊന്നും പറയുന്നില്ല ആൾക്കാരുടെ, അവർക്ക് രാജേന്ദ്രൻ്റെ കെയർ ഓഫും ഞാനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരെ ബ്ലാക്ക് മെയിൽ ചെയ്യാമല്ലോ എന്നുള്ള ഉദ്ദേശമായിരിക്കാം. അതായിരിക്കാം. കാരണം ഈ രാജേന്ദ്രൻ്റെ കെയർ ഓഫ് ഉപയോഗിച്ചിട്ട് ഇത് തുടർന്ന് പോകാമെന്ന് വെച്ചോളൂ, ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ തുടർന്ന് പോവുകയാണെങ്കിൽ അതിൽ ബെനിഫിറ്റ് ഉണ്ടാവുമല്ലോ. ഞാനതിന് തയ്യാർ. ഞാൻ രാജേന്ദ്രനല്ല, എനിക്ക് എഴുതാനറിയാം, എൻ്റെ കാര്യങ്ങൾ ചെയ്യാം എന്നല്ലാതെ എനിക്ക് നിയമമായിട്ടൊരു ബന്ധമൊന്നുമില്ല. കേട്ടറിവിന് ഒരിക്കലും എനിക്ക് രാജേന്ദ്രനാവാൻ പറ്റില്ല. ശരിയല്ല, ഓരോ വ്യക്തിയും ഡിഫറൻ്റ്. ആ വീട്ടിൽ ജനിച്ചു പോയി എന്നുള്ളതാണെങ്കിൽ തന്നെയും ഒരു കാലഘട്ടം വരെ അതിനകത്ത് ഷെയർ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മറ്റേ തിരിച്ച് ഞാൻ ചെന്നൈയിൽ നിന്ന് വന്നു. ആ സമയത്ത് കാണാറുണ്ട്, പക്ഷെ വീട്ടിലേക്കൊന്നും വരില്ല. ആൾ റെയിൽവേ സ്റ്റേഷനിൽ കാണും, പോവും. ആൾക്ക് അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് തീരെ ഇല്ലാതെ. അമ്മ മരിച്ചു, 84 മരിച്ചു ചെന്നൈയിൽ വെച്ചിട്ട്. അപ്പോഴും അങ്ങോട്ടൊരു നിർവികാരതയായിരുന്നു രാജ്യം. ഒരു പക്ഷേ ഇല്ല ഒന്നും വന്നില്ല. അമ്മ മരിക്കുന്ന സമയത്ത് ഞാൻ പോലും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ചോറ്റാനിക്കരായിരുന്നു, എറണാകുളത്ത്. എനിക്കറിയില്ല, അന്ന് മൊബൈലില്ലല്ലോ.
ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, മരിച്ച് പിറ്റേ ദിവസമൊക്കെ അറിയണത്. അതുപോലെ ഡെഡ് ബോഡി വെക്കാനും പറ്റില്ല. അവർ നാച്ചുറൽ ഡെത്താണ് എല്ലാം. രാജേന്ദ്രൻ്റെ മരണവും അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ ഞാൻ RCCയിൽ പോയിരുന്നു ഒരിക്കലും. അവിടെ മറ്റേ ആ ലോഡ്ജ് ഉണ്ടല്ലോ, സുധീഷിൻ്റെ ഒരു ലോഡ്ജാണ് അവിടെ, ജെമിനി ടൂറിസ്റ്റ് ഹോം, പഴയ മറ്റേ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ അവിടെ പോയിരുന്നു, കണ്ടു, സംസാരിച്ചു. അങ്ങനെ അധികം സംസാരിക്കാനില്ല, കാരണം നല്ല ഓർമ്മകളല്ലല്ലോ. ഒന്നും വേറെ ഒന്നും പറഞ്ഞില്ല. അങ്ങനെയുണ്ട് വിശേഷങ്ങൾ, കുട്ടികളൊക്കെ എങ്ങനെ ഇരിക്കുന്നുണ്ട്, കാഷ്വലായിട്ട്. മറ്റേ പഴയ സംഭവങ്ങളായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് സംസാരിച്ചിരുന്നത്. രാത്രിയായപ്പോൾ എനിക്ക് തന്നെ ഒരു വിഷമം തോന്നി. കാരണം നമ്മൾ ജീവിച്ചിരുന്ന സാഹചര്യം അതാ സുമേഷ്. അവിടുന്ന് ഇങ്ങനെ ഒരു സെപ്പറേഷനിൽ വരികയും ഒരുപാട് രൂപാന്തരങ്ങളൊക്കെ വന്ന് വല്ലാത്തൊരവസ്ഥയിൽ വരികയും ചെയ്തപ്പോൾ ഉണ്ടാകുന്ന ഒരു സാധാരണ മനുഷ്യനുണ്ടാവുന്ന ഫീലിംഗ് എല്ലാവർക്കും ഉണ്ടാവില്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാത്രി ഞാൻ പോവാണ് എന്ന് പറഞ്ഞു. തിരിച്ചു പോകും ഒന്നും പറഞ്ഞില്ല, പോകാനും ഒന്നും പറഞ്ഞില്ല. അല്ല, പോകണ്ടെന്നോ അങ്ങനെ പോകണമെന്നോ ഒന്നും പറഞ്ഞില്ല. പക്ഷെ എനിക്കും അവിടെ ഇരിക്കാനൊരു മാനസികാവസ്ഥ ഇല്ല. ക്യാൻസർ പേഷ്യൻ്റായിട്ട് ഇരിക്കുന്ന സമയം എന്താ ചെയ്യുക. പിന്നെ അവസാനം നമുക്ക് എല്ലാവർക്കും പറയുന്നൊരു വാക്കുണ്ട്, നമ്മുടേതല്ലാത്ത കുറ്റങ്ങൾ വിധി എന്ന് പറഞ്ഞിട്ട് അങ്ങ് തള്ളും. ഒരു പക്ഷേ ഈ വിധി എന്ന് പറഞ്ഞതിനും കൂടി ഒരു ഇതുണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കിയെടുത്തതിൻ്റെ റിഫ്ലക്ഷൻസ് ആയിരിക്കാം, അല്ലാണ്ട് അപ്പോൾ വിധി തന്നെ നമ്മളെ വന്ന് ഇടിക്കുമെന്നല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ലെജൻഡ് ആയിരുന്നു രാജേന്ദ്രൻ. അതിനകത്ത് കുറേ കേസുകളുണ്ട്. അപ്പോൾ ഞാനതെല്ലാം ഇതിന്ന് കമ്പയർ ചെയ്ത് കമൽറാം സജീവിനോട് ചോദിക്കാൻ പറഞ്ഞ് മണിയോട് പറഞ്ഞിട്ടുണ്ട്. കാരണം കുറേ ഭാഗങ്ങൾ ഇതിന്ന് എടുത്തതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവലംബം കൊടുക്കണ്ടേ, നമുക്കൊരു എത്തിക്സ് എന്തായാലും തീർച്ചയായിട്ടും വേണമല്ലോ. അപ്പോൾ അതൊക്കെ എടുത്തു വെച്ച് അതിൽ കമൽറാം എഴുതുന്ന ഈ പുസ്തകത്തിനകത്തുള്ള പകുതി ഭാഗങ്ങൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ കേസിൻ്റെ ഹിസ്റ്ററി അതൊക്കെ. ഇത് സാധാരണക്കാർക്ക് അങ്ങനെ വായിക്കാൻ ആവശ്യമില്ല. ഇതിന് പകരം ഞാൻ ആദ്യത്തെ ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട്. ഞാനും രാജേന്ദ്രനും ഒരുമിച്ച് തൃശ്ശൂർ താമസിച്ചിരുന്ന സാഹചര്യങ്ങളും, ഇപ്പോൾ ഒരു വ്യക്തിയും ചെറുപ്പത്തിൽ ഇന്ന ആളായിത്തീരുന്നു. ഇപ്പോൾ നരേന്ദ്രമോദി പോലും ചെറുപ്പത്തിൽ പ്രധാനമന്ത്രിയാവുന്നുള്ള ടാർഗറ്റിൽ വന്നോന്നല്ലല്ലോ, അതങ്ങനെ വന്നു ചേർന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞ മാതിരി. പിന്നെ കുറേ ജീവിതത്തിനകത്ത് എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ഞാൻ തൃശ്ശൂർ കുറച്ച് ഇതൊക്കെ ഉണ്ടാകും, ആ പ്രോപ്പർട്ടിയുടെ കാര്യങ്ങൾ ഞാൻ ചെന്ന് ഇങ്ങനെ ഇപ്പോൾ കുറച്ച് നമുക്കുള്ളതാണ്, ഞാനത് വിട്ടുപോയതായിരുന്നു. ചെന്ന സമയത്ത് പേപ്പർ വില്ലേജ് ഓഫീസാണെങ്കിലും തഹസീൽദാരുടെ ഓഫീസാണെങ്കിലും ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ എല്ലാ പേപ്പറും കറക്റ്റായിട്ടേ കൊടുക്കുള്ളൂ. ഒരു ബാക്ക് ഫയൽ പോലും മിസ്സിങ്ങോ അല്ലെങ്കിൽ ഇതോ ചെയ്യില്ല. അത് നമ്മുടെ ഒരു ജീവിത രീതിയാണ്. ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വില്ലേജ് ഓഫീസർ വന്ന് നവാബിൻ്റെ അതെയോ ഒരു കാര്യം ചെയ്യൂ, കുറച്ച് നേരം വെയിറ്റ് ചെയ്തോളൂ, ഞാൻ ഇപ്പം ശരിയാക്കി തരാം. അപ്പം വെരിഫിക്കേഷൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അത്രയ്ക്ക് വിശ്വാസം, അത് ആ പേരിലുണ്ടായിരുന്ന ഒരു വിശ്വാസത. ഇവിടെ ഈ വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടാണ്ടായിരുന്നു. ഇവിടുന്ന് മറ്റേ ഇതിന് ലീഗൽ ഹെയർഷിപ്പിന് അമ്മയുടെ ഭൂമി അതിന് വേണ്ടി ഞാൻ ചെന്ന സമയത്ത് നോക്കിയ സമയത്ത് ഇവിടുത്തെ വില്ലേജ് ഓഫീസിൽ ചെന്ന് അവർ വളരെ മാന്യമായിട്ടാണ് പെരുമാറി. ഇങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി ഞാനവിടെ പുറത്തിരുന്ന് 1 മണിക്കൂർ കൊണ്ട് എല്ലാ പേപ്പറും ശരിയാക്കി തന്നു. നവാബ് സാറിൻ്റെ ബ്രദറിൽ ഇത് എത്ര വില കൊടുത്താലേ കിട്ടുക? അത് കിട്ടില്ല, ഒരിക്കലും ഇല്ല. ഈ കരുണാകരനൊക്കെ അങ്ങയുടെ വീടുമായിട്ടൊക്കെ വളരെ ബന്ധമുണ്ട്. അതെ, ഇപ്പം ഞാൻ പറഞ്ഞ കരുണാകരന് വ്യക്തിപരമായിട്ട് രാജേന്ദ്രനോടോ ഞങ്ങളോടോ ഒരു വൈരാഗ്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മനസ്സിലായോ? ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് തൻ്റെ പദവി നിലനിർത്താനായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലത്തെ ഒരു ആക്ഷൻ ഈ സപ്പോർട്ടേഴ്സ്, കരുണാകരൻ പോലും എനിക്ക് തോന്നുന്നത് നേരിട്ട് അദ്ദേഹം പറഞ്ഞു കാണില്ല. നമുക്കത് എങ്ങനെയെങ്കിലും അതിന് മുമ്പ് വീട്ടിലൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുള്ള പിന്നെ വന്നിട്ടുണ്ട്, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. എനിക്ക് സുധീരനും വരാറുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. കാരണം DCC ഓഫീസ് അടുത്താണ്. ഇതിൽ പറയുന്നൊരു പേരാണ് ജയറാം പടിക്കൽ. ജയറാം പടിക്കലാണ് ഏറ്റവും കൂടുതൽ ക്രൂരമായ മർദ്ദനത്തിന് ജയറാം പടിക്കൽ എവിടെയും വന്നിട്ടില്ല. കാരണം ജയറാം പടിക്കലിന്റെ സ്റ്റാറ്റസ് സൂപ്രണ്ട് ഓഫ് പോലീസ് ആയിരുന്നു അന്ന്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ വരേണ്ട ആവശ്യമില്ല. വീട്ടിൽ വന്നില്ലെങ്കിലും അദ്ദേഹം അനാവശ്യമായിട്ടാണെങ്കിൽ പോലും ഇക്കാര്യത്തിൽ ഇടപെടുകയും ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കിയത് അദ്ദേഹമാണ്. അതാണ് പല്ല് നഷ്ടപ്പെടാൻ കാരണം. തീർച്ചയായിട്ടും അതെന്താണെന്നറിയോ? ഇപ്പോൾ ഒരു അപ്പർ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഒരു മന്ത്രി ആ ലെവലിൽ നിന്ന് അതൊന്ന് ഹാൻഡിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പോലീസ് വിൽ ഹാൻഡിൽ ഇറ്റ് അവരവരുടേതായ രീതിയിൽ. അതെ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ മർദ്ദനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എങ്ങനെയെങ്കിലും അത് റിക്കവർ ചെയ്യാമെന്നൊരു ലക്ഷ്യമുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ കരുണാകരന് ഇപ്പോൾ രാജേന്ദ്രനെ അടിച്ചു കൊന്ന് പേപ്പർ എടുക്കാനുള്ള അങ്ങനത്തെ ഉദ്ദേശങ്ങളൊന്നുമില്ല. പക്ഷെ ബാർഗെയിൻ ചെയ്യാൻ പറ്റിയൊരവസരമായിരുന്നു ഇത്, അല്ലേ? കരുണാകരനോ അല്ലെങ്കിൽ ആ മന്ത്രിസഭയിൽപ്പെട്ട ആൾക്കാരോ ആയിട്ടോ അല്ലെങ്കിൽ ഇവരോ ആയിട്ടൊരു നെഗോഷിയേഷൻ ചെയ്തിട്ടൊരു വൻ തുക വേണ്ട, ജപ്തിക്ക് നിൽക്കുന്ന 2 വീടുകൾ ഒഴിവാക്കി എടുക്കാമായിരുന്നു, അല്ലേ? അപ്പം ഞാൻ തൃശ്ശൂർ വിട്ട് വരില്ലായിരുന്നു, രാജേന്ദ്രനും വരില്ലായിരുന്നു. അപ്പോൾ അതാണ് നമുക്ക് ഒന്നും ഉത്തരം പറയാൻ പറ്റാത്തൊരു. അങ്ങനെയാണെങ്കിൽ നവാബ് രാജേന്ദ്രൻ അല്ലാതായി പോകുമെന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായിരിക്കാം. ഒരിക്കലും അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും അത് പ്രതീക്ഷിക്കാൻ കഴിയുന്ന. ആ 2 ലക്ഷം രൂപ മറ്റേ അവാർഡ് കിട്ടി.
2 ലക്ഷം. റോട്ടറി മാനവ സേവാ അവാർഡ്. ജസ്റ്റിസ് കൃഷ്ണയ്യരും മറ്റേ അജിത്തൊക്കെയാണ്, BR അജിത്തൊക്കെയാണ് അതിൻ്റെ പുറകിൽ ഇത് ചെയ്തു. അതൊന്നും ഞാൻ ഇവിടെ ഇല്ല. അപ്പം കിട്ടിയ ആ തുകയിൽ 1000 രൂപ മറ്റെടുത്ത് ബാക്കി മുഴുവൻ ഇതിന് സംഭാവന ചെയ്തു. ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒന്നും വേണ്ട. ആളങ്ങനെ ഒന്നും ചെയ്യാറില്ല. പേനകൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ആ പേനകളും ഇതും സാധനങ്ങളും ഒരുപാട് ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് പലപ്പോഴും വിഷമമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം സെൻറ്റിമെൻറ്റ്സ് നമുക്ക് വെച്ചിരിക്കാൻ പറ്റില്ലെങ്കിലും അങ്ങനെയാണെങ്കിൽ നമ്മൾ സൂയിസൈഡ് ചെയ്തേനെ അന്ന്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടു. അത്രയും വലിയൊരു വീട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ന് ഒരു സെൻറ്റിന് 1,50,00,000 രൂപയാണ് ആ പ്രദേശത്തെ വില. ടൗണാണിത്, തൃശ്ശൂർ ടൗണാണ്. അങ്ങോട്ട് പോയ റെയിൽവേ സ്റ്റേഷൻ, ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ പടിഞ്ഞാറ് നടക്കാവ്, MG റോഡ്, പഴയ നടക്കാവ്, പൂരം വരുന്ന സ്ഥലം. അങ്ങനെ ഒരു നല്ല സർക്കിളിനകത്തുള്ള ലൊക്കേഷനാണ് ഇത് മുഴുവൻ. അത് നിലനിർത്താനായിട്ട് ആരാ ശ്രമിക്കാതിരിക്കുക, ഇല്ലേ? അതെ. എന്ന് മുതലാണ് അദ്ദേഹത്തിന് ഈ ഒരു വേഷവിധാനമൊക്കെ അത് അല്ല, ആ മറ്റേ കാഷായ വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ വേഷവിധാനമൊക്കെ ഞങ്ങൾ ഇവിടുന്ന് പോയ ശേഷമാണ്. ഞാനും എൻ്റെ വൈഫും പിന്നെ അമ്മ പിന്നീടാണ് വന്നത് ഗുരുവായൂർ. ആ സമയത്ത് ആൾ ഡ്രസ്സ് മാറിക്കഴിഞ്ഞു. ആരുടെ ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല സത്യത്തിൽ. ആളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അത് ഡ്രസ്സ് ഇവിടെ ഇരിക്കുന്നത്. ഡ്രസ്സ് അതുപോലെ അദ്ദേഹത്തിൻ്റെ വാച്ചുകൾ അതിപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? അപ്പോൾ നവാബിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 1968 മുതൽ 2003 വരെയുള്ള കേരള രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ സമാന്തര ചരിത്രമാണത്. എ പാരലൽ ഹിസ്റ്ററി ഓഫ് കേരള. ഒരു സംശയം അതിനകത്തില്ല. എവിടെ നീതി കണ്ടോ നവാബ് എതിർത്തിരിക്കുന്നുള്ളതാണ്. ഒരു എക്സ്ചേഞ്ചിൻ്റെ കാര്യം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നവാബ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഓർമ്മയില്ലേ, പുള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും സന്തത സഹചാരിയല്ലല്ലോ. അതെ, പറഞ്ഞു കേട്ടോ അറിഞ്ഞതോ ആയിട്ടുള്ള അറിവുകളാണ് കൂടുതലുള്ളത്. കാരണം 80 മുതൽ 97 വരെയുള്ള കാലഘട്ടത്തിൽ പിന്നെ കണ്ടിട്ടില്ല. പിന്നെ കണ്ടു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നുണ്ടാവും, പത്രം വായിക്കും. കാരണം ഒരു 10 പത്രമെങ്കിലും വായിക്കാണ്ട് പറ്റില്ല. അത് നമ്മുടെ ഒരു ഹാബിറ്റാണത്. കണ്ടു കഴിഞ്ഞാലും ഒരു ഇതില്ല, ഒരു തരത്തിൽ ഇമോഷൻസ് ഒന്നുമില്ല. കുട്ടികളെ കണ്ടാൽ കുട്ടികളെ ചോദിക്കും, ഇപ്പോൾ പേന കൊടുക്കും. ഇപ്പം ഞാൻ കുട്ടികളെ കൊണ്ട് കാണിച്ചിട്ടുണ്ട്, എൻ്റെ മോളെയൊക്കെ കൊണ്ട് കാണിക്കും. ചോദിക്കും എന്തിനായി സിഗരറ്റ് ഇങ്ങനെ വലിക്കണേന്ന് ചോദിക്കും. പോട്ടെ എന്നും പറയും. അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്, ആ പ്രസ് അതൊക്കെ ജപ്തിയിൽ പെട്ട് പോയി കഴിഞ്ഞു. ജപ്തിയിൽ പോയത് ആ മെഷീനൊക്കെ ശിവൻ എന്ന് പറഞ്ഞ ആൾക്ക് കൊടുത്തതാണ്. ആ സ്ഥലം ഉൾപ്പെടെ എസൻസ് ഫൗണ്ടേഷന് കൊടുത്തതാണ്. ആ ബിൽഡിങ് അടുക്കളയാണ്. ആ വീടിൻ്റെ അന്നത്തെ വീടിൻ്റെ അടുക്കളയാണിത്. അത് അതിൻ്റെ പുറകിലേക്ക് വരെ പോകുന്നുണ്ട് പ്രസ്, അറിയാലോ. അപ്പോൾ അപ്പുറത്തെ വീട്ടിനകത്ത് ഒരു 7-8 മുറി ഉണ്ടായിരുന്നു. അതിനകത്ത് ആ മുറിക്കകത്ത് 5000-ഓളം പുസ്തകം ഉണ്ടായിരുന്നു. SK നായരുടെ കുങ്കുമം ഓർമ്മയുണ്ട്? കൊല്ലത്ത് പഴയ കുങ്കുമം, നാനാ പബ്ലിക്കേഷൻസ്, നാനാ കേരള ശബ്ദം, കുങ്കുമം, പിന്നെ അങ്ങനെ കുറച്ച് പബ്ലിക്കേഷൻസ് അവർക്കുണ്ടായിരുന്നു, റെഡ്ഡിയാർ ഗ്രൂപ്പിന്. അതിൽ ഞാൻ ആ കുങ്കുമൊക്കെ തുടക്കത്തിലേ വാങ്ങിച്ചു വെക്കാറുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ. കാരണം ഇഷ്ടംപോലെ സ്ഥലമാണ്. ഇപ്പോൾ ലോൺലിനെസ്സാണ് അവിടെ. നല്ല കാറ്റ്, ഫാൻ വേണ്ട, ഒന്നും വേണ്ട, നിശബ്ദം. ആകെ തെക്കേമഠത്തുനിന്ന് വരുന്ന വേദമന്ത്രോച്ചാരണങ്ങളുടെ ശബ്ദം മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ. അപ്പോൾ അവിടെ നിന്ന് വായിക്കാം. അത്യാവശ്യം ഭക്ഷണത്തിന് വിഷമമൊന്നുമില്ല. വാടകയ്ക്ക് കൊടുത്തിരുന്നു, അല്ലെങ്കിൽ വരുമാനം കിട്ടാനുണ്ട്. അതുകൊണ്ട് അങ്ങനെ അങ്ങ് പോയിരുന്നു. അതുകൊണ്ട് ഒരു പക്ഷേ നമ്മുടെ അശ്രദ്ധയും കൂടി ഉണ്ടാവാമെന്ന് വിചാരിക്കാം. നമ്മളൊരു കമേഴ്ഷ്യലല്ല. ഞാനോ രാജേന്ദ്രനോ കമേഴ്ഷ്യലായിട്ട് പണം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല, പറ്റൂല നോക്കിയാലും. ആ വീട് കഴിഞ്ഞപ്പോൾ അവിടെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുക്കള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ വീടിൻ്റെയും രണ്ടിൻ്റെയും കൂടി ഒരു വലിയ കിണറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സറൗണ്ടിങ്സിൽ വന്നത് എന്താണെന്ന് പറയാൻ പറ്റുക. ജനിച്ചു പോയ സാഹചര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. പിന്നെ കുറേ എതിർപ്പുള്ള ആൾക്കാരുണ്ടായിരുന്നു അവിടേക്ക്, എതിരാളികൾ. വീടൊക്കെ നശിപ്പിച്ച് അവർക്ക് ഭൗതിക ജീവിതത്തിനോടാണ് നേട്ടം. ഞാൻ പറഞ്ഞു, ഈ ഭൗതിക ജീവിതം നമ്മളാരും കൊണ്ടുപോകുന്നില്ല. അതെ, മരിക്കുമ്പോൾ അല്ലേ, എത്ര സെറ്റ് ഉണ്ടായാലും കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോൾ കപ്പൽ ജോയുടെ കഥ അറിയാലോ. വയനാട്ടിൽ 45,000 സ്ക്വയർ ഫീറ്റിലുള്ള വീടോ മറ്റാണ് അദ്ദേഹം പണിതത്. അതിൽ താമസിക്കാൻ പോലും പറ്റിയില്ല. ഒരുപാട് പേര് അങ്ങനെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊരു ഭൗതിക ജീവിതത്തിന് നഷ്ടം. പക്ഷേ ഈ പറഞ്ഞ് കാണുന്നതിനകത്ത് അമ്മയ്ക്കൊരു വിഷമമുണ്ടായിരുന്നു. ഉള്ള വീടൊക്കെ വിറ്റ് ഇതായി പോയി, ജപ്തിയായി പോയി, കേസായി പോയി. അപ്പം അതിനപ്പുറത്ത് ഓഫർ ഉണ്ടായിരുന്നു. ഒരു മനുഷ്യനും ചെയ്യാത്ത കാര്യമാണ്. കാരണം ആ വീടിൻ്റെ ജപ്തി ഉൾപ്പെടെ എല്ലാം ക്ലോസ് ചെയ്യാൻ പറ്റിയ അത്രയും തുക പലനിരക്ക് ഓഫർ കോമ്പൻസേഷന് വേണ്ടി വന്നിരുന്നു. ഒരാളൊന്നല്ല, പല ആൾക്കാരും, പല ബിസിനസ്സുകാരായിട്ടുള്ള ആൾക്കാരും, മറ്റേ രാഷ്ട്രീയക്കാരും. മറ്റേ PP ജോർജിന്റെ കുറേ സ്ഥലം കത്തിച്ചല്ലോ ചാലക്കുടിയിൽ. ആ മറ്റേ ഭൂമി പാടം കയ്യേറിയിട്ട് ഇതാന്ന് പറഞ്ഞിട്ട്. പിന്നെ രാഘവൻ പുഴയക്കടലിൻ്റെ അഡ്ലക്സ്
അതുമായിട്ട് എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ രാജേന്ദ്രൻ ആരോടും പറയാറില്ല, സ്വന്തമായിട്ട് കൊണ്ടു നടക്കുകയുള്ള ഒരുപാട് ഫയലുകൾ കയ്യിലുണ്ടാവാറുണ്ട്. അതിനകത്ത് സ്ട്രിക്ട്ലി കോൺഫിഡൻസുള്ള ഫയലൊക്കെ കാണാറുണ്ട്. ഞാൻ തുറന്നു നോക്കാറില്ല, കാരണം ഒരാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി തുറന്നു നോക്കാൻ പാടില്ല എന്നുള്ളൊരു. അപ്പോൾ ഇവിടെ നിന്ന് സർക്കാരുമായി ബന്ധപ്പെട്ട രേഖകൾ ഇത് എവിടെ നിന്നാണ് കിട്ടുന്ന, ആരാ കൊടുക്കണമെന്നൊന്നും അറിയില്ല. അപ്പോൾ രാജേന്ദ്രൻ്റെ വിശ്വസ്തതയിലാണ് അത് കൊടുക്കുന്നത്. ഇത് വിറ്റ് കാശാക്കില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ അത് കൊടുക്കുന്നത്, അല്ലേ? ഇന്നും അഴിമതിയെ എതിർക്കുന്ന എല്ലാവർക്കുള്ള പേടി എന്താണെന്നറിയോ? ഈ കൊടുത്ത ആൾ പെട്ടുപോകുമെന്നാണ്. ശരിയല്ലേ? ഞാൻ സുമേഷിനൊരു ഡോക്യുമെൻ്റ് തന്നു കഴിഞ്ഞാൽ സുമേഷ് രക്ഷപ്പെട്ടാൽ ഒരുപക്ഷെ എനിക്ക് അപകടമാവും. അതെ, ആ ഒരു ഭയം രാജേന്ദ്രൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്രശ്നമേ ഇല്ല. എവിടെ നടക്കാനും ആൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല പോകാനായിട്ടും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുലിക്കോടൻ നാരായണന്റെ പേര് അദ്ദേഹം ഉണ്ടായിരുന്നു. പുലിക്കോടൻ നാരായണൻ മറ്റേ ഗ്യാങ്ങിലുണ്ടായിരുന്നു. മറ്റേ ഇതിന് വന്ന സമയത്ത്, ചെക്കിങ്ങിന് വന്ന സമയത്ത് വീട്ടിൽ എപ്പോഴും വന്നിരുന്നില്ല. അതിൽ ഈസ്റ്റ് ഫോർട്ട് SI ക്ലമൻ്റ് ആയിരുന്നു കൂടുതൽ. പക്ഷെ ഇവരെല്ലാം മുഖ്യമന്ത്രിയായിരുന്ന അച്യുതമേനോൻ നമുക്ക് സ്വാധീനമുള്ളതുകൊണ്ട് അങ്ങനെ ഉപദ്രവിക്കാനും പുറപ്പെട്ടില്ല. വേറെ ഇപ്പോൾ രാജൻ്റെ കുടുംബം, രാജൻ്റെ വീട് എടുത്താൽ ഞങ്ങളുടെ മറ്റേ കക്കയം ക്യാമ്പിലൊക്കെ ഒന്നില്ലേ? രാജൻ്റെ വീട് ആ ചിറയങ്ങ് കയറിയ റൈറ്റ് സൈഡിലായിരുന്നു. ഈശ്വര വാര്യരുടെ കഥകളും ഒരു മിസറി എന്നല്ലാണ്ട് ഇപ്പം ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇതിന് കരുണാകരനെയോ അച്യുതമേനെയോ അടിയന്തരാവസ്ഥ കാലത്ത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ആ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോയ സമയത്ത് അങ്ങനെയും നമുക്ക് പറയാം. അല്ലാതെ ഇന്ന ആൾ ഇപ്പോൾ ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അതെ. അവസാനമായിട്ട് രാജേന്ദ്രൻ സാറിനെ കാണുന്നത് എപ്പോഴാണ്? ഞാൻ 2003 ഒക്ടോബറിലാണ് മരിച്ചത് ആള്. ഓഗസ്റ്റിലോ മറ്റോ കണ്ട തിരുവനന്തപുരത്ത് വെച്ചിട്ട്. മരിക്കുമ്പോൾ എത്ര വയസ്സ്? 53 വയസ്സ്. പിന്നീട് അദ്ദേഹത്തിന്റെ ശരീരം, ഡെഡ് ബോഡി അവിടെ, ഡെഡ് ബോഡി അതായത് ഈ പുസ്തകത്തിനകത്തുണ്ട് എൻ്റെ ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കൊരു ആശയക്കുഴപ്പമായിരുന്നു. കാരണം ഞാൻ തികഞ്ഞ ഹിന്ദുമത വിശ്വാസം. എനിക്ക് രാജേന്ദ്രൻ്റെ മൃതശരീരം കൊണ്ടുവന്നിട്ട് അത് സംസ്കാര ക്രിയകളൊക്കെ ചെയ്ത് തിരുനാവായിലോ മറ്റോ കൊണ്ടുപോയി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒരാളുടെ മരണത്തിൽ എഴുതി കൊടുത്തൊരു വില്ല് പോലെ കൊടുത്തൊരു അത് പാലിക്കാൻ നമുക്ക് ബാധ്യതയുണ്ടല്ലോ. മറ്റൊരാൾ ചെയ്യില്ല കാര്യങ്ങൾ. നോക്കിയോ, ഈ പുസ്തകത്തിൽ എഴുതിയതിൻ്റെ പേരിലൊന്നും കർമ്മം ചെയ്യാതിരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനതൊന്നും നോക്കിയില്ല. അത് അപ്പം തന്നെ ഞാൻ തന്നെയാണ് ലാസ്റ്റ് മറ്റേ ഇതിൽ മോർച്ചറിയിൽ കയറ്റി വെച്ചത്. അതിൻ്റെ ഒരു പെട്ടികളുണ്ടല്ലോ, കയറ്റി വെച്ച് അതിന് ശേഷം അത് അന്ന് ഡീക്കേഡ് അല്ല ബോഡി, 2 ദിവസം കൊണ്ട് ഡീക്കേഡ് ആയിപ്പോയി. പിന്നീട് മാധ്യമങ്ങൾ കണ്ട വാർത്തയാണ്, അതായത് മരണപ്പെട്ടതിന് ശേഷവും രാജേന്ദ്രനെ വെറുതെ വിട്ടില്ല എന്ന് പറഞ്ഞു. അതെന്താ കാര്യം എന്നറിയോ? രാജേന്ദ്രൻ്റെ ആ ബോഡി അവർ പഠിക്കാൻ കൊടുത്ത ബോഡി, അവർ പറയുന്നത് തെറ്റോ ശരിയോ എന്ന് എനിക്കറിയില്ല, ആ ബോഡി ചീഞ്ഞു തുടങ്ങി എന്നാണ് പറഞ്ഞത്. ഒരു പക്ഷേ ശരിയായിരിക്കാം, ക്യാൻസറിൻ്റെ മരുന്നുകളും മദ്യവും ഒക്കെ ഒരു പക്ഷേ ആക്കിയിരിക്കാം. അല്ലെങ്കിൽ മനഃപൂർവ്വം ആരെങ്കിലും അത് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതും ആവാം. എന്തായാലും സ്കെൽറ്റൻ മാത്രം തൂക്കിയിട്ടു. സ്കെൽറ്റൻ കണ്ടിട്ട് എന്താ കാര്യം? ബോഡി ഡിസെക്ട് ചെയ്ത് ചെയ്യാൻ അതിൽ ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പറയുന്ന സമയത്ത് ഞാൻ ഇതിനോട് യോജിക്കാത്ത ഒരാളാണ്. അപ്പം നമ്മൾ ജനിക്കുന്ന സിസ്റ്റം ഉണ്ടല്ലോ, അതിനകത്തുള്ള അതിനൊരു മരണാനന്തര ചടങ്ങുകൾ കൃത്യമായി ചെയ്യണം. അങ്ങനെ അവസാനം മറ്റേ ഇവിടെ പോയി തിരുനാവായിൽ പോയിട്ട് വഴിപാട് ഇതൊക്കെ ചെയ്തു. കുറച്ച് ബലികർമ്മങ്ങളൊക്കെ ചെയ്ത് ആ ആചാരപ്രകാരം അത് ആളുടെ ഇതില്ലെങ്കിലും കർക്കിടക വാവിനൊക്കെ ബലിയിടാറൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ സുമേഷ വേറെ കാര്യമുണ്ടേ, ഇതിനകത്തൊരു ചോദ്യങ്ങളും ഉത്തരങ്ങളും വേറെ. എന്താണെന്നറിയോ? 2 ചോദ്യങ്ങളാണ്. ഒരു ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ മരിച്ചു പോയാൽ അയാളുടെ ബോഡി തീർന്നു. നാരായണ ഗുരു പറഞ്ഞ പോലെ എന്തിനും ചക്കിനിട്ട് വളാട്ടിയിട്ട് എടുക്കാമെന്ന് പറഞ്ഞ മാതിരി അത് സ്പോയിൽഡാണ്, കഴിഞ്ഞു. അത് കത്തിക്കുകയോ കരിക്കുകയോ കുഴിച്ചിടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡി പോയി. ഈ സോൾ എവിടേക്കാണ് പോയതെന്ന് അറിയില്ല. അപ്പോൾ ഈ സോളിനെ വിളിച്ച് വരുത്തിയിട്ട് ചെയ്യാന്നുള്ള കർമ്മത്തിനോട് ഞാൻ തെറ്റാന്ന് പറയുന്നില്ല, ആചാരങ്ങളെ നമ്മൾ ലംഘിക്കേണ്ട. അപ്പോൾ ഒരു നിലയ്ക്ക് നോക്കിയാൽ ഒരു ഉത്തരമില്ലാത്ത ഒരു ചോദ്യങ്ങളൊക്കെയാണത്. അതെ. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു. രാജേന്ദ്രനെ ഇങ്ങനെ അടുത്ത് കൂടെ നടക്കാത്തതിൻ്റെ പേരിൽ അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. രാജേന്ദ്രന് ഭീഷണി ഉണ്ടായിരുന്നു പലപ്പോഴും. ആ ഭീഷണി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പോൾ ഭീഷണി എങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ ഞാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഫാമിലിയും ബാധിച്ചേനെ. ഞാനായിട്ട് ഒഴിഞ്ഞു പോയതല്ല. രാജേന്ദ്രൻ ഒന്നുമില്ല, ഒറ്റയാനാണ്, എവിടെ വേണമെങ്കിൽ നടക്കാൻ പറ്റും. രാജേന്ദ്രൻ ഇല്ല. പക്ഷെ കുടുംബമായി ജീവിക്കുമ്പോൾ അങ്ങനെയല്ല. കുടുംബത്തിലുള്ള ആൾക്കാരെ ഇത് ചെയ്യല്ലോ, ബാർഗൻ സിനിമ, തമിഴ് സിനിമയിലൊക്കെ കാണുന്ന മാതിരി അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടാവാൻ ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം. എന്തായാലും അത് നമ്മളുണ്ടാക്കിയതല്ല, സ്വാഭാവികമായിട്ട് വന്ന ഒരു സാഹചര്യങ്ങളാണ്. പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഞങ്ങൾ ഈ ശരിക്കും പറഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് ചെറുപ്പത്തിൽ ഒരു 5 വയസ്സല്ല 10 വായിക്കാവുന്നൊരു ഏജ് ഉണ്ടല്ലോ, ആ കാലഘട്ടം തൊട്ട് കേരളത്തിലെ എല്ലാ പത്രമാസികകളും വരുമായിരുന്നു അവിടെ.
ദേശബന്ധു, മലയാള രാജ്യം തുടങ്ങിയിട്ടുള്ള എല്ലാ പത്രങ്ങൾ. പിന്നെ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു ഹോബി എന്ന് പറയുക, പത്രം വായന. അപ്പോൾ അതിലേക്ക് അങ്ങ് ലയിച്ചു പോയി. ഇതിപ്പോൾ ഏതെങ്കിലും ഫൈനാൻസിയേഴ്സിൻ്റെ കുടുംബമാണെങ്കിൽ അവർ പണം എണ്ണാനാണ് പഠിപ്പിക്കുക ആദ്യം, അതെ അല്ലേ? അപ്പോൾ ആ ഒരു വാസനയാണ് ഇതിൻ്റെ കാര്യം. അതൊക്കെ വന്നു. അങ്ങനെ അച്ഛൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും അതെല്ലാം കൂടി ഒരുപാട് കേസ് രാജേന്ദ്രന് കൊടുത്തിട്ടുണ്ട്. എല്ലാ കേസും വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എവിടെ ചെന്നാലും, കോടതിയിൽ ചെന്നാൽ പോലും ഇങ്ങനെയാന്ന് പറഞ്ഞാൽ ഇരിക്കാൻ പറയുന്ന ഒരവസ്ഥ രാജേന്ദ്രൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ജനറേഷന്. അത് അവളുടെ അഡ്മിഷൻ്റെ സമയത്ത് വന്ന സമയത്ത് മോളെ കുട്ടി, ഇപ്പം നമ്മളെ ബന്ധുക്കളും കുട്ടികളൊക്കെ ആയിട്ട് ആൾക്കാർ എവിടെ നിന്നാണ് ഫാമിലി ചോദിക്കുമ്പോൾ ആ റെപ്യൂട്ടേഷൻ മാത്രം നിലനിർത്താൻ പറ്റും. പിന്നെ രാജേന്ദ്രൻ ഒറ്റയാൾ പോരാട്ടമായിരുന്നു, ആരെയും ചേർക്കില്ലായിരുന്നു. എന്താ ചേർക്കാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? അവർക്കെല്ലാം മറ്റ് ലക്ഷ്യങ്ങളുണ്ടാവും. രാജേന്ദ്രൻ്റെ കെയർ ഓഫിൽ പണം ഉണ്ടാക്കുക. ഇപ്പോൾ സുമേഷിനെ ഒന്ന് മിരട്ടുക എന്ന് വെച്ചോളൂ. രാജേന്ദ്രൻ്റെ ബ്രദറാണ് ഞാൻ ഇത് കൊടുത്ത് പ്രശ്നമാക്കും, അതുകൊണ്ട് നമുക്ക് ഒത്തുതീർപ്പിലേക്ക് വരികയുള്ളൊരു ഇതാണ് പരിപാടി പലരുടെയും. ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം ഞാനതെല്ലാം അപ്പം തന്നെ തള്ളിക്കളഞ്ഞു. ഞാൻ ഒരിക്കലും അതങ്ങനെ ആവാൻ പറ്റില്ല, രാജേന്ദ്രനും അങ്ങനെ ആവാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റാൻ ഹൈക്കോടതിയിൽ. പിന്നീട് ഈ മരണത്തിൻ്റെ ആ സമയത്തൊക്കെ ഒരുപാട് അദ്ദേഹമായിട്ട് ബന്ധമുള്ള ആൾക്കാരെല്ലാം മരണത്തിൻ്റെ സമയം മരണം നടന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആളെ കണ്ടുവന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മരിച്ചു ആൾ. അപ്പോൾ തല കറങ്ങി വീണിട്ട് ക്ലോസറ്റിൽ വീണിട്ടാണ് മരിച്ചത്. വേറെ കാരണമായിരിക്കാം, പക്ഷെ ക്ലോസറ്റിൽ വീണു. ഞാനൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ എടുത്തിരുന്നു മറ്റേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന്. അപ്പോൾ അതിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു എനിക്ക്. അതിനകത്തൊന്നും അങ്ങനെ ഭാഗത്ത് കണ്ടില്ല. ഇനിയിപ്പോൾ കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകെ കേസിന് പോയ ഒരു ലൈഫ് തെളിയിക്കാനൊന്നും പറ്റാത്ത സംഗതികൾ എത്രയോ ബുദ്ധിമുട്ട്. ആര് ചെയ്തു, എന്ത് ചെയ്തു, ഇൻവെസ്റ്റിഗേഷൻ തന്നെ ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. അതിനകത്ത് സർവൈവ് ചെയ്ത് വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ ആയുസ് പ്രോപ്പറായിട്ട് അദ്ദേഹം ഒരുപാട് പേര് എതിരെ ഉള്ളത് കൊണ്ട് പ്രോപ്പറായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയില്ല. നമുക്കത് നീതി പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമില്ല. നടക്കില്ല. ഞാൻ ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല. കാരണം അങ്ങനെ എന്ത് പറയാൻ പറ്റാൻ. പിന്നെ പലരും പിന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ചോദിച്ചിരുന്നു ഇങ്ങനെ 2-3 ചോദ്യം. ഒന്ന്, സ്ഥലം കൊടുത്തിട്ട് നിങ്ങൾ കാശുണ്ടാക്കിയെന്ന് ചോദിച്ച ആൾ ഇവിടെ എറണാകുളത്തുള്ള ആളായിരുന്നു, എറണാകുളം പ്രസ് ക്ലബ്ബിൽ. ഈ ബാക്കിയുള്ള തിരുവനന്തപുരത്ത് ചോദിച്ച കാര്യം എന്താ വെച്ചാൽ അവർക്ക് ആവശ്യം ഞാൻ പിന്നെ നമ്മുടെ രാജേന്ദ്രൻ്റെ പ്രതിയോഗികൾ ഇതിനകത്ത് ഇൻവോൾവായി അദ്ദേഹത്തെ ചതിച്ചു കൊന്നു എന്ന് ഞാൻ പറയണമായിരുന്നു. അവർക്ക് ഒരു എക്സ്ക്ലൂസീവ് അത് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. ഞാൻ പറഞ്ഞ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചേക്കൂ, എനിക്ക് ഇതിനകത്ത് ഒന്നും പറയാനില്ല. ഞാൻ നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് 18 വയസ്സിൽ തുടങ്ങിയത് പത്രപ്രവർത്തനം. അതൊരു മാന്യമായ രീതിയിൽ ചെയ്യാനും എഴുതാനും അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് ആ ടോപ്പിക്ക് ഇവിടെ വിട്ടേക്കുക, മനസ്സിലായോ? അങ്ങനെ ഒരാളുടെ പേരിലും ഒരു പരാതിയും എനിക്കില്ല. ഇറ്റ്സ് മേ ബി എ നാച്ചുറൽ ഡെത്ത്. റസാഖ് എന്ന് പറയുന്ന വയനാട് സ്വദേശിയായ ഒരു പയ്യന് വേണ്ടി നവാബ് രാജേന്ദ്രൻ സാർ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തതായി കേട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഒരു 84 മറ്റേ വയനാട്ടിലെ ഒരു എസ്റ്റേറ്റ് മുതലാളി വധിക്കപ്പെട്ടു. അതിനകത്ത് കുറേ പേരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്ത് അവരെ ടോർച്ചർ ചെയ്യുകയോ അവരെ മറ്റേ സത്യം തെളിയിക്കാനുള്ള രീതിയിൽ അവർ പലരും ചെയ്ത് അതിൽ റസാഖ് എന്ന് പറഞ്ഞ 12 വയസ്സായൊരു കുട്ടിയും അതിനകത്ത് പ്രതി ചേർത്തു. ഈ മുതലാളിയെ കൊല്ലാൻ ഇവനും കൂട്ടുനിന്നായിരിക്കും ആരോപണം. അങ്ങനെ ആ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച് തറയിൽ കിടത്തിയതിൻ്റെ ഫോട്ടോ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ആ മാതൃഭൂമിയിലെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രാജേന്ദ്രൻ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുത്തു, കുട്ടിയെ റിലീസ് ചെയ്യാൻ പറഞ്ഞിട്ട്. അതിന് ബലവും കിട്ടി. അപ്പോൾ അതാണ് ആദ്യത്തെ കേസിൻ്റെ വിജയം എന്ന് വേണമെങ്കിൽ പറയാം രാജേന്ദ്രൻ്റെ. അങ്ങനെ എത്രയോ കേസുകൾ. കുഞ്ഞിരാമ പൊതുവാളിൽ നിന്നും കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ അറിഞ്ഞ യുവാവ് പിന്നീട് കേരളത്തിൽ ആഭ്യന്തരമന്ത്രിയും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും പ്രധാനമന്ത്രിയെ വരെ നിശ്ചയിക്കുന്ന ആളുമായി. അച്ഛൻ പൊളിറ്റിക്സ് ആയിരുന്നു. ഞങ്ങൾ അച്ഛൻ്റെ എല്ലാ ആൾക്കാരും ഖദർ വിൽക്കണ ആൾക്കാരും കോൺഗ്രസ് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ആളൊക്കെയാണ് പയ്യന്നൂർ. തികഞ്ഞ ഗാന്ധിയനായിരുന്നു. പ്രധാനപ്പെട്ട പല വ്യാപാരികളോ വ്യവസായികളോ ആയിട്ടുള്ള VIP-കളായിട്ട് പല ആൾക്കാരെക്കുറിച്ചും വെറുതെ അല്ല ആധികാരികമായ വിമർശനം ഉണ്ടായിരുന്നു, തെളിവ് സഹിത പുറത്തുവിട്ടത്. ഇതെങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ വരുമാന മാർഗമൊക്കെ? കേസ് നടത്താനൊന്നും പൈസ ഇല്ല, കയ്യിൽ ഒന്നുമില്ല. സ്വന്തമായിട്ട് തന്നെ വാദിച്ചിരുന്നു. പിന്നെ വീരേന്ദ്രമേനോൻ സഹായിച്ചിരുന്നു. പിന്നെ വീട്ടിലുണ്ടായിരുന്ന ഈ ഇതൊക്കെ കൊടുത്തിട്ടും പൈസ ഉണ്ടായിരുന്നൊക്കെ കൊടുത്ത് പോകണമെന്നല്ലാണ്ട് വേറെ ആരുടെയും ഒന്നും വാങ്ങിയിരുന്നില്ല. പിന്നെ വല്ല പരിചയക്കാരെ കണ്ടാൽ എന്തെങ്കിലും ആവശ്യത്തിന് വാങ്ങുമെന്നല്ലാണ്ട് ഇതിനായിട്ടൊരു ഫണ്ട് പിരിക്കാനൊന്നും ബക്കറ്റ് പിരിവൊന്നും ഉണ്ടായിരുന്നില്ല. FACTയിൽ നടത്തിയ നിയമനങ്ങൾ പലതും AC ജോർജ് ഇടപെട്ടു എന്നാണ് ആരോപണം. ആ ആരോപണത്തിൽ പലർക്കും സ്വന്തക്കാരെ നിയമിക്കാൻ പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുത്തു വരും ഇതിൽ വന്നു.
അത് വന്നിട്ട് പിന്നെ അത് മറ്റേ ബ്ലിറ്റ്സിലൊക്കെ വന്നു. ഇത് ഇതിൻ്റെ ഇംഗ്ലീഷ് രാജേന്ദ്രൻ്റെ ആർട്ടിക്കിളിൻ്റെ ട്രാൻസ്ലേഷൻ ബ്ലിറ്റ്സിലും കറണ്ടിലും വന്നു. ഒരു അഴിമതിയാണല്ലോ അത്. അങ്ങനെ അത് ഇടപെട്ട് ജോർജ് ഫെർണാണ്ടസോ എല്ലാം ഇടപെട്ട് അതങ്ങനെ ഇതായി. പിന്നെ അതിൻ്റെ അനന്തര തുടർച്ച എനിക്ക് എന്താണെന്നറിയില്ല. ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മുഴുവൻ അറിയില്ല. പിന്നീട് എങ്ങനെയാണ് തൃശ്ശൂരിൽ നിന്ന് ഈ എറണാകുളത്തേക്ക് ഇടപ്പള്ളിയിലേക്ക് പറിച്ചു നടപ്പെടാൻ? ഞാൻ എറണാകുളം തൃശ്ശൂരിൽ നിന്ന് ഞാൻ പോയി. പെരുവഴിയാധാരം എന്ന് പറയാം. എല്ലാ വീടും ജപ്തി ചെയ്ത് എല്ലാം വിറ്റ് ഒന്നുമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ എൻ്റെ വൈഫൊക്കെ തൃശ്ശൂർക്കാരാണെങ്കിൽ അവർ ചെന്നൈയിൽ താമസിക്കുകയാണ്. ചെന്നൈയിൽ നിന്ന് വന്ന് തിരിച്ചിങ്ങോട്ട് വരണം തോന്നി. വന്നപ്പോൾ എറണാകുളത്താവാമെന്ന് വിചാരിച്ച് ഞാനവിടെ എനിക്ക് പ്രിൻറ്റിങ് ടെക്നോളജി അറിയാവുന്നതുകൊണ്ട് ഞാൻ ഓഫ്സെറ്റ് പ്രസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഒരാളും ചേർന്നിട്ട് ഒരു പ്രസ് ഇവിടെ ചെറുതായിട്ട് തുടങ്ങി. ചെറിയ തോതിൽ നല്ല കോമ്പറ്റീഷൻ ആയതുകൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർ ഒരു അഡ്വർടൈസിങ് കമ്പനി നടത്തിയിരുന്നു. അതിൽ വന്ന തൃശ്ശൂർക്കല്ല എറണാകുളത്തേക്കാണ് വന്നതെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ഉണ്ടായിട്ട് തൃശ്ശൂരായിട്ടുള്ള ബന്ധം നമുക്കില്ല. അപ്പോൾ ഇവിടെ മറ്റേ മാധ്യമത്തിലുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു, ഷുക്കൂർ എന്ന് പറഞ്ഞിട്ട്, KV ഷുക്കൂർ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് രാജേന്ദ്രനെ. ഷുക്കൂർ പറഞ്ഞിട്ടാണ് ഈ ഇമേജ് ആഡ്സ് എന്നോ അല്ല ഇമ്പാക്റ്റ് അഡ്വർടൈസിങ് എന്നിട്ട് ഞാൻ അതിൽ മാനേജറായിട്ട് വന്നു. അങ്ങനെ പിന്നെ ഓഫ്സെറ്റ് പ്രസരണം തുടങ്ങി. പിന്നെ അതും വലിയ ലാഭമൊന്നും ഇല്ലാണ്ട് അതങ്ങനെ നിർത്തേണ്ടി വന്നു ഒരു കാലം. കോവിഡ് വരെ ഉണ്ടായിരുന്നു. പക്ഷെ രാജേന്ദ്രൻ അതിൽ പങ്കൊന്നും ഉണ്ടായില്ല. എൻ്റെ തൊഴിൽ പ്രിൻറ്റിങ് ആയിരുന്നു. അത് എഴുതാനറിയാമെന്നുള്ളതിൻ്റെ പേരിൽ അങ്ങനെ പങ്കെടുത്തു എന്നേ ഉള്ളൂ. സംഭവബഹുലമായിരുന്നു. കാരണം നമുക്ക് മറ്റൊരാൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു ജീവിതം മുഴുവൻ. കാരണം ഒരുപാട് വലിയ സാമ്പത്തികമുള്ള ഒരു കുടുംബത്തിൽ ജനിക്കുക, വളരുക, പ്രഗത്ഭനായ അഭിഭാഷകനായ അച്ഛൻ്റെ മകൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്ന്, കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ഒരിക്കലും വന്നുകൂടാത്ത അല്ലെങ്കിൽ വരാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മേഖലകളും അങ്ങനെയായിരുന്നു. കാരണം വീട് ജപ്തിയാകുന്നു, എല്ലാം നശിക്കുന്നു, പോലീസിൻ്റെ ഉപദ്രവം വേറെ, ഭരണകൂടത്തിൻ്റെ ഉപദ്രവം വേറെ. തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? തിരിഞ്ഞു നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനത് സ്വയം എന്താ പറയുക, സമാധാനപ്പെടുന്നതിൻ്റെ കാര്യം നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളാണ് ഇതിൻ്റെയൊക്കെ റിക്കവറി എന്ന് പറയുന്നത്. നമുക്ക് വന്നുപോയ സംഭവങ്ങൾ ഒരുപക്ഷെ നമ്മുടെ അശ്രദ്ധ കൊണ്ടായിരിക്കാം. മാത്രമല്ല ഈ രാജേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ വീട്ടിൽ കറണ്ട് പോലും ഇല്ല. പവർ കട്ടല്ല, ബില്ലടയ്ക്കാതെ കട്ട് ചെയ്തതാണ്. പണമില്ല അറിയോ. രാത്രി പലപ്പോഴും ഗോതമ്പ് കഞ്ഞിയായിരുന്നു കഴിച്ചിരുന്നത്. അരി വാങ്ങാൻ പൈസ ഇല്ല. എന്തൊരവസ്ഥയെന്നറിയോ അതുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിനകത്ത് ഇപ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണുന്ന അവസ്ഥ പോലും ഒരു കുടുംബം ആത്മഹത്യ ചെയ്യാണ്. 4 പേരാണ് നിന്നത്. ജപ്തി വന്നു, കേസ് വന്നു, കടം വന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ എത്രയോ പ്രാവശ്യം മരിക്കേണ്ട സമയം കഴിഞ്ഞു പോയി. എന്തായാലും നമുക്ക് മുന്നോട്ട് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ഇവിടെ നിന്ന് മാറി നിൽക്കുക എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ ചെന്നൈക്ക് പോയത്. പിന്നെ കുടുംബപരമായിട്ടുള്ള ആസ്തി ഒരുപാടുണ്ടായിരുന്നല്ലോ, അതൊക്കെ അത് കുറേയധികം ഭൂമിയൊക്കെ ഉണ്ടായിരുന്നു. പറപ്പൂര് കോൾപ്പാടങ്ങളൊക്കെ, ഒന്നിൻ്റെ രേഖകളൊന്നുമില്ല. ഒരിക്കൽ സീതാറാം മില്ലിലെ ചില തൊഴിലാളികൾ വന്നിട്ട് അതിലാണ് പുസ്തകങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയത്. ഷെൽഫിലുണ്ടായിരുന്ന പുസ്തകമൊക്കെ വലിച്ചിട്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ ആധാരങ്ങൾ പോയി. അതിനകത്ത് കുറച്ച് ഭൂമിയുടെ ആധാരം പോയി. എനിക്കിപ്പോൾ അത് വീണ്ടും ഞാൻ ശ്രമിക്കുന്നുണ്ട്. തൃശ്ശൂർ തന്നെ എനിക്ക് കുറേ ഭൂമി ഉണ്ടായിരുന്നു. പക്ഷേ എവിഡൻസ് വേണ്ടേ? നമ്മൾ ഏതെങ്കിലും ആരുടെയെങ്കിലും ഭൂമി കയ്യേറി എന്ന് പറഞ്ഞ് വരാൻ പാടില്ലല്ലോ. പ്രത്യേകിച്ച് ഈ രാജേന്ദ്രൻ്റെ പേരിൽ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് നിർബന്ധം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നിലയ്ക്കും ഒരു കറപ്ഷൻ ഇല്ലാത്ത രീതിയിൽ വേണം പോകാനായിട്ട്. ആ ഒരു കറപ്ഷൻ മതി അദ്ദേഹത്തിൻ്റെ ആ പേരിൻ്റെ ഒരു ചെറിയ പോറൽ. ശരിയല്ലേ? എല്ലാ ഡോക്യുമെൻറ്റ്സും ഞാൻ എടുത്തു കൊടുത്തതിനെനിക്ക് വില്ലേജ് ഓഫീസിലാണെങ്കിലും അവിടെയാണെങ്കിലും പറഞ്ഞ എല്ലാം, തഹസീൽദാരുടെ ഓഫീസ്, ലാൻഡ് അക്വിസിഷനിൽ ഞാൻ പോയിരുന്നു. ആ റോഡ് പണിതിട്ടുണ്ട് അവിടെ. ആ പോയ സമയത്ത് ഞാൻ ഇന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് അർഹിക്കുന്ന സംഗതികൾ എനിക്കത് കിട്ടണം. അല്ലാണ്ട് മറ്റൊരാളുടെ ഭൂമി നമുക്ക് ആവശ്യമില്ലല്ലോ. നമ്മുടെ നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ എല്ലാ സംഗതികളും. അല്ല സോമേഷ്, ഒരു കാര്യമുണ്ട്. ഈ 2 തരത്തിലുള്ള കണക്കുണ്ട്. നേടുന്ന കണക്കിനകത്ത് നേട്ടങ്ങളുണ്ടാക്കുന്നത്, എങ്ങനെ വേണമെങ്കിൽ നേട്ടം ഉണ്ടാക്കാം. നഷ്ടപ്പെടുന്നതിനകത്തൊരു മാന്യമായ രീതിയിലുള്ള നഷ്ടപ്പെടലാണ്. ആരെയും നമ്മൾ പലരും അത് ഈവൻ സുധീരന് പോലും അറിയാറുണ്ട്. നഷ്ടപ്പെട്ടവരുണ്ട്. നഷ്ടപ്പെടുത്തിയവർക്ക് വലിയൊരു ഗുണം പോരാ. വളരെ നഷ്ടപ്പെടുത്തിയ ആൾക്കാർ ഇന്ന് മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട്. താൽക്കാലികമായിരിക്കാം, പക്ഷെ നഷ്ടപ്പെട്ടതിനകത്ത് നമുക്ക് ഒന്നുമില്ല, വിഷമിക്കാനില്ല. നമ്മളുടേതാണ് ലോസായി പോയത്. അങ്ങനെ ഒരു അവസ്ഥയായി പോയി. അത് അങ്ങനത്തെ സാഹചര്യത്തിൽ ജനിച്ചുകൊണ്ടായിരിക്കാം. ഒരു വേദിക് കൾച്ചറാണ് ആ ഭാഗം മുഴുവൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വീടും ഭൂമിയൊക്കെ പോയി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഹൃദയാഘാതം വരുന്നൊരവസ്ഥ അന്നുണ്ടായിരുന്നില്ല. ശരിയല്ലേ? ഒരു ചെറിയ വീട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഹൃദയാഘാതം വരികയോ തൂങ്ങി മരിക്കുകയോ ചെയ്യുന്ന സമൂഹമാണ് ഇന്ന് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് സ്ഥലത്ത് പോലും. പക്ഷേ ഈ ഒരു ചെറിയ വീടും സ്ഥലവും എന്നതിലുപരി സമാധാനം വലിയൊരു ഘടകമാണ്. അതെ, അത് പോയി. ജീവിതത്തിൽ ഉടനീളമെന്ന് വേണമെങ്കിൽ പറയാം സമാധാനം ഉണ്ടായിരുന്നില്ലല്ലോ. ഇതെല്ലാം പോരാട്ടം എല്ലാം സമൂഹത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണെങ്കിൽ പോലും അങ്ങനെ. അതുമാത്രമല്ല, അച്ഛന് പയ്യന്നൂർ ആണ് സ്വദേശം.
അമ്പലത്തിനടുത്ത്. അവരുടെ ഫാമിലിക്ക് 100 ഏക്കറോളം കുരുമുളക് തോട്ടം ഇപ്പോഴും ഉണ്ട്. അവരുമായിട്ടൊക്കെ ബന്ധമുണ്ടോ? അവരായിട്ട് അങ്ങനെ അത്ര അടുപ്പമില്ല, അത്ര ബന്ധമില്ല. കാരണം അച്ഛൻ അവിടെ നിന്ന് കല്യാണം കഴിച്ച, അവർ മരിച്ച ശേഷമാണ് അമ്മയെ കല്യാണം കഴിച്ചത് ഇവിടെ നിന്ന്. ഒരു പക്ഷേ ഇനിയിപ്പോൾ ആ ബന്ധം ഞാൻ തുടരണ്ടെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ പിന്നെ അങ്ങനെ അവിടെ പോവാറില്ല. പക്ഷേ ഈ അവർ 5 കുടുംബങ്ങളായിട്ട് ഇപ്പം നമ്മളിതിൽ ഭാഗം ചോദിക്കാനോ പങ്കെടുക്കാനോ ഒന്നും ആരോടും പോകാറില്ല. കാരണം എന്തിനാ ഒരു സമാധാനമായിട്ട് ജീവിക്കുന്ന കുടുംബത്തെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി എന്തിനാ ബുദ്ധിമുട്ടിക്കണേ എന്നുള്ളത് അല്ലേ? എൻ്റെ സുഖത്തിന് വേണ്ടി ഒരാളെ എണീപ്പിച്ച് നിർത്തേണ്ട കാര്യമൊന്നുമില്ല. സാർ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ പോകുമ്പോൾ നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇല്ല, എന്തിനാ അടികൂടി നമ്മൾ വെറുതെ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുപോലെ അമ്മ ഒരുപാട് വേദനിച്ചൊരു അമ്മയാണ്. അതെ അതെ അതെ, വളരെ വിഷമിച്ച, രാജേന്ദ്രന് വേണ്ടി ഒരുപാട് വിഷമിച്ചതാണ്. പറയുമായിരുന്നു അമ്മ ഒന്നും പറയാറില്ല. കാര്യം നിർവികാരാവസ്ഥയായിരുന്നു നമുക്ക്. കാരണം ഒരു 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, നമുക്കൊരു വല്ലാത്ത സഡൻ ഫോൾ ഉണ്ടായി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെയാണ്, ഹ്യൂമൻ ക്യാരക്ടർ. ഒന്നുകിൽ നമുക്ക് മനോരോഗം വരും, വിഭ്രാന്തി വരും, അല്ലെങ്കിൽ ഒരുതരം നിർവികാരത. എന്ത് തന്നെ നടന്നാലും ഒരു ഇൻഡിഫറൻസ് എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു എല്ലാവർക്കും. നഷ്ടപ്പെട്ടു പോയി, ഇപ്പം എന്ത് ചെയ്യാൻ പറ്റാനാ അല്ലേ? ഒരാൾ മരിച്ചുപോയി, ഒരു ബന്ധു. ഇപ്പം അതോർത്ത് കരഞ്ഞ് ജീവിതം മുഴുവൻ കളയാൻ പറ്റില്ലല്ലോ അല്ലേ? അതെ, തീർച്ചയായിട്ടും. അങ്ങനെ ഒരവസ്ഥ രാജേന്ദ്രനുണ്ടായിരുന്നു. രാജേന്ദ്രൻ്റെ പിന്നെ ഞാൻ ലൈഫിൽ ഉടനീളം രാജേന്ദ്രൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഇനി ഉണ്ടായിരുന്നെങ്കിലും കൂടെ പോകാൻ പറ്റില്ല. കാരണം 1980 ആ വീട് വിൽക്കുന്ന, ആ വീടൊക്കെ കണ്ടില്ലേ, അവിടെ താമസിച്ചിരുന്നു ഞങ്ങൾ. ആ സമയത്തും ആഴ്ചയിലൊരിക്കലേ വരുള്ളൂ ആള്. വരും പോവും. എവിടേക്കാണ് പോകണമെന്ന് ഞാൻ ചോദിക്കാറില്ല. നമ്മൾ അങ്ങനെ ഒരു സംസ്കാരം, ഒരാൾ പോകുമ്പോൾ എന്തിനാണെന്നൊക്കെ അറിയേണ്ട ആവശ്യം നമുക്കില്ല. അത് അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണല്ലോ. ഇരുന്നോട്ടെ എന്ന് വിചാരിക്കുക. എന്നെ വരും പോവും. പിന്നെ ഞാൻ ഈ പ്രശ്നം നടത്തുന്ന സമയത്ത് പൈസ കിട്ടിക്കഴിഞ്ഞാൽ പൈസ ഞാൻ കൊടുക്കും. അതിന് ഡൽഹിക്ക് പോകാനോ മറ്റു കാര്യത്തിനോ, ഇവിടെ പ്രിൻറ്റിങ്ങിന് എനിക്ക് വരുമാനം കിട്ടിയിരുന്നതാണ്. ഞാൻ പൈസ കൊടുക്കിച്ച അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോവും. ആൾ ഫ്രീ ആയിരുന്നു അതിന്. അപ്പോൾ നമ്മുടെ പൈസയാണല്ലോ കൊണ്ടുപോകണത്. പക്ഷെ അതൊരു പ്രസ്ഥാനമാക്കി നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. പിന്നെ സുമേഷ്, കുറേ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കൊക്കെ അവസാനം നമ്മൾ പറയുന്നൊരു ബ്ലൈൻഡ് വേർഡാണ് വിധി എന്ന് പറയുന്നത്. ഞാനതിൽ വിധിയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സത്യമായാലും അല്ലെങ്കിലും വിധി ഒരുപക്ഷെ നമ്മളുണ്ടാക്കി തീർച്ചയായിരിക്കാം, ഇതിൻ്റെ റിയാക്ഷൻ ആയിരിക്കാം, കർമ്മഫലങ്ങളായിരിക്കാം. അങ്ങനെ വന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത്. ആ പുസ്തകത്തിനകത്ത് ഞാൻ കുറേ എഴുതിയിട്ടുണ്ട്. കുറച്ച് കാലം കൂടി കഴിഞ്ഞിട്ട് കുറച്ച് കാര്യം കൂടി ശരിയാവാനുണ്ട്. പിന്നെ തൃശ്ശൂരത്തെ കുറച്ച് കാര്യങ്ങൾ, തൃശ്ശൂർ പോണ സമയത്ത് തന്നെ പലപ്പോഴും ചോദിക്കാറുണ്ട് പല ആൾക്കാരും. എനിക്ക് വിഷമമൊന്നുമില്ല, എല്ലാം വിറ്റ് തൊലച്ചില്ലേ ചോദിക്കും. ഇപ്പോൾ പ്രായമായ ആൾക്കാർ ഇപ്പോൾ ഇല്ല, അവരൊന്നും ഇല്ല. ഇപ്പോൾ അടുത്ത കാലഘട്ടം കുറച്ച് കാലങ്ങൾ വരെ പോയിരുന്നു. എല്ലാം പോയി എന്നല്ല പറഞ്ഞാൽ, എല്ലാം കളഞ്ഞില്ലോ ഒന്നും. പിന്നെ ഞങ്ങൾ ജനിച്ച വീടിൻ്റെ ബാക്കിലാണ് ചിന്മയാനന്ദൻ ജനിച്ചു വളർന്നത്, സ്വാമി. ഞാൻ കണ്ടിട്ടില്ല, അമ്മ കണ്ടിട്ടുണ്ട്. മുൻസിഫ് കുട്ടമ്മേൻ്റെ മകനായിട്ട് അവിടെ കുറൂർ മനയാണത്. ആ മനയിൽ അവിടെ ജനിച്ചു വളർന്ന ആളാണ്. അപ്പം അങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനികളും ഒരു വല്ലാത്ത ഇടക്കുന്നി വാര്യത്ത് ദിവാൻജി മൂല പേര് വരാൻ കാരണം അതാണ്. പക്ഷെ അന്നൊന്നൊരു കുഴപ്പം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും നമുക്ക് നമ്മളിരിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച്, സ്ഥലത്തെക്കുറിച്ച് ഒരു ബോധം നമുക്കുണ്ടായിരുന്നില്ല. എത്രത്തോളം വിലപ്പെട്ടതാന്ന്. കാരണം ഞാൻ ഇതിന് ശേഷം തൃശ്ശൂർ പോകുമ്പോൾ, ഈ തെക്കേമഠത്തിൽ പോകുമ്പോൾ, അവിടെ ആ സ്വാമിയാരുണ്ട്, മറ്റേ ദേശാടനം സിനിമയൊക്കെ അവിടെ ഷൂട്ട് ചെയ്തതാണ്. അതാ ഇതൊക്കെ ഉണ്ടല്ലോ ആ ഭാഗമൊക്കെ. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് ഒരിക്കൽ സ്വാമി പറഞ്ഞ് അവിടെ വെച്ച ബോർഡ് നോക്കാൻ പറഞ്ഞു. ശങ്കരാചാര്യർക്ക് സരസ്വതി ദേവി പ്രത്യക്ഷപ്പെട്ട സ്ഥലം എന്നിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ആകെ, ഇത്രയും പവിത്രമായൊരു സ്ഥലത്തായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നതെന്ന്. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് അവിടുന്ന് നോക്കി, ആ വീട് കണ്ടല്ലോ, അവിടുന്ന് കുറച്ചങ്ങോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ഥലം കാണാം. ആ കുളവും ഇന്നും അതേപോലെ കിടക്കുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ വിസ്മരിക്കപ്പെട്ടു പോയ അല്ലെങ്കിൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ഓർമ്മകൾ ഞാൻ ഓർമ്മപ്പെടുത്തി. അതിന് ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു. അതില്ല, അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് എന്താ പറയുക, 2-3 കാര്യമുണ്ട്. ഒന്ന്, ആൾക്കാരിത് അറിയട്ടെ. പിന്നെ എനിക്കതിൽ പറയാനുണ്ടായൊരു കാരണം എന്താ വെച്ചാൽ, രാജേന്ദ്രൻ്റെ കയ്യിൽ കത്തുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചില വീഡിയോ കണ്ടു. ഞാൻ അതിനൊന്നും ചെവി കൊടുക്കാറില്ല. കാരണം വീഡിയോയ്ക്കകത്ത് കാണുന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആൾക്കാർക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി പറയുന്നവർ, അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്ത് പറഞ്ഞും താറടിക്കുന്നവർ, അതിലൂടെ റീച്ച് ഉണ്ടാക്കുന്നവർ, അതിന് നമ്മൾ ചെവി കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളെന്താണെന്ന് നമുക്കറിയാം. നവാബ് രാജേന്ദ്രൻ ആരാണെന്നുള്ള കാര്യം ഇവിടുത്തെ സമൂഹത്തിനറിയാം, അതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കറിയാം. അപ്പോൾ നമ്മളത് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ആ ഒരു നവാബ് രാജേന്ദ്രനെ തുല്യം ആ ഒരു മനുഷ്യൻ മാത്രമേ, വേറൊരാളുമില്ല. കാരണം ആ മനുഷ്യൻ ഒന്നുമില്ലായ്മയിൽ നിന്നല്ല ഇതിലേക്ക് വന്നത്. എല്ലാം ഉണ്ടായിരുന്നിട്ടും അത് ത്യജിച്ച് വന്ന ഒരാളാണ്. അതെ 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 അതെ, സമൂഹത്തിന് വേണ്ടി തിരിച്ചു വന്നത്. അതെ അതെ അതെ. ഒരുപക്ഷെ
ഇന്ന് ഞാൻ ഓർക്കുന്നില്ല പെട്ടെന്ന് ഏതൊക്കെ വ്യവഹാരങ്ങളാണ് അദ്ദേഹം നടത്തി വിജയിപ്പിച്ചതെന്ന് ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ പോലും ഒരുപാട് ഒരു ഭരണകൂടത്തെ മുട്ടുകുത്തിച്ചു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയെ മുട്ടുകുത്തിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. ഭരണാധികാരികൾ ഭയക്കുന്നൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ രാജേന്ദ്രന് പറ്റി. അത് ടോർച്ചറിങ്ങോ അല്ലെങ്കിൽ ഭീഷണിയോ അല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതെ, ന്യായമായ ഭയം കൊണ്ടാണ് വന്നത്. അതെ, കുറ്റം ചെയ്തിട്ടുണ്ട്, അത് പിടിക്കപ്പെടും, വെളിച്ചത്ത് വരും എന്നുള്ളൊരു ഭയം കൊണ്ട്. എന്ന് മാത്രമല്ല, നിയമ സംവിധാനത്തിൽ പോലും നവാബ് രാജേന്ദ്രൻ എന്നുള്ളൊരു പേര് എന്നും. അത് ഞാൻ ഹൈക്കോടതിയിൽ പോയിട്ട് അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ എൻ്റെ വക്കീലിനെ കാണാൻ പോയ സമയത്ത് ആ വക്കീൽ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയാണ് ഇന്നാൾ. അപ്പോൾ ആളെ എനിക്ക് എന്നിട്ട് പറഞ്ഞു വളരെ സന്തോഷം, രാജേന്ദ്രൻ്റെ ബ്രദറിനെ കാണാൻ പറ്റി. സ്റ്റാമ്പ് പേപ്പർ ആളിനെടുത്ത് മറ്റേ അടിച്ച് ചേറാക്കി ഞാൻ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളെ ഒരു നോട്ടറി പബ്ലിക്കിനെ വേണമായിരുന്നു. അപ്പോൾ ഇതിന് പൈസ ഞാൻ മേടിച്ചു കഴിഞ്ഞാൽ രാജേന്ദ്രനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതിന് അത്രയധികം സഹായം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എന്നിട്ട് ഇവരുടെ കല്യാണത്തിന് ക്ഷണിക്കാൻ പോയി. ജസ്റ്റിസ് ആർ ബസന്തിനെ കാണാൻ പോയി. ബസന്തല്ല, പേര് മറന്നു അദ്ദേഹത്തിൻ്റെ. ആ ജഡ്ജിയാണിത്, പത്മനാഭൻ നായരാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കൊടുത്തിട്ട് ഇങ്ങനെ മടങ്ങുമ്പോൾ വിളിച്ചിട്ട് ആളെന്നോട് പറഞ്ഞു, ഇരിക്കൂ, രാജേന്ദ്രൻ്റെ ബ്രദറല്ലേ ചോദിച്ചു. അതെ, എനിക്ക് ഒരുപാട് സഹായം ചെയ്തു തന്നിട്ടുള്ള ആളാണ് രാജേന്ദ്രൻ. എന്താണെന്നും ചോദിക്കാൻ പോയില്ല, കാരണം ഒരാളുടെ പ്രൈവറ്റായിട്ടുള്ള വിഷയങ്ങൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും നന്ദിയുണ്ട്, തീർച്ചയായിട്ടും ഞാൻ വരാം. അങ്ങനെ ഒരുപാട് മറുപടി. ഇപ്പോഴും പിണറായി എഴുതിയ കത്തിൻ്റെ കയ്യിലുണ്ട്. ഞാനിവിടെ വന്നിട്ട് ഈ പാർട്ടിക്കാർ കുറേ ആൾക്കാർ ഇവിടെ നിന്ന് വന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് വണ്ടി തൊട്ടു എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ആർക്കും ഞങ്ങളാരാന്നറിയില്ല. ഞാൻ ഈ കത്ത് കാണിച്ചു കൊടുത്തു, പിണറായി വിജയൻ കൈ സിഗ്നേച്ചർ ഇട്ട് പ്രിയപ്പെട്ട രാംദാസ്. എന്തായിരുന്നു കത്ത്? ഞാൻ കാണിച്ചു തരാം. അത് വേറെ കത്തൊന്നുമല്ല, കല്യാണത്തിന് വരാൻ പറ്റാത്തതിൻ്റെ ഒരു ലെറ്റർ. അത് എഴുതിയിരിക്കുന്ന അങ്ങനെ CPM പാർട്ടി സെക്രട്ടറി ആയി പിണറായി വിജയൻ എഴുതുന്ന സിഗ്നേച്ചർ ചെയ്തിട്ടുള്ള എൻ്റെ മകളുടെ ഇത് കിട്ടി, വരാൻ പറ്റാത്തതുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു, പ്രിയപ്പെട്ട രാംദാസ് മേനോൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള കത്ത്. ഇപ്പം എനിക്കിത് കാണിച്ചു കൊടുത്തിട്ട് എത്ര പേരെ വേണമെങ്കിൽ ചെയ്യാമല്ലേ? പിണറായി എഴുതിയ കത്ത് തന്നെയാണ്, സ്വന്തം ഹാൻഡ് റൈറ്റിംഗ് എഴുതിയതാണ്. ഇപ്പോഴെനിക്ക് പിണറായി ചെന്ന് കാണാൻ ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. ഈ മന്ത്രിസഭ നടക്കുന്ന ആ 10 വർഷത്തിനിടയ്ക്ക് ഒറ്റ പ്രാവശ്യം പോലും ഞാൻ പോയി കണ്ടിട്ടില്ല. സുധീരൻ MP ആയിരിക്കുമ്പോൾ ഞാൻ പോയി കണ്ടിട്ടില്ല. എനിക്ക് അത്രയ്ക്ക് അടുത്ത സുഹൃത്ത് ബന്ധമാണ് സുധീരനായിട്ട്. അപ്പോൾ നമ്മളത് ദുരുപയോഗപ്പെടുത്തരുത്. എവിടെ ചെന്നാലും നമുക്കറിയാവുന്നൊരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു. രാജേന്ദ്രൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ഞാൻ KN സതീഷിനെ കണ്ടിരുന്നു, മരിച്ചുപോയി. എൻ്റെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ട്രസ്റ്റി ആയിരുന്ന ഒരാളെ, IAS ആണ്. അപ്പോഴും ഈ പരിചയപ്പെടുമ്പോൾ ഒരു ഫ്രോഡ് എന്നുള്ളൊരു ഇത് കിട്ടുന്നില്ല. അത് കുട്ടികൾക്കും അങ്ങനെ വരുന്നുണ്ട്. ലോ പഠിക്കുന്ന സമയത്ത് പല ആൾക്കാരും കോടതിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ടല്ലോ. ആ സമയത്ത് PV അയ്യപ്പനെ സത്യവാങ്മൂലം സമർപ്പിക്കാൻ അറിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഒരു കേസ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വെക്സേഷ്യസ് ലിറ്റിഗൻ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്ത പരാതി അഡ്വക്കേറ്റ് ജനറലായ PV അയ്യപ്പനും രാമളയാണോ എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കൊടുത്ത കംപ്ലൈൻറ്റ്, ഇതിനകത്ത് ഈ പരാതി നിലനിൽക്കില്ല, കാരണം ഇതിനകത്ത് സത്യവാങ്മൂലം ഇല്ല, പിന്നെ എങ്ങനെ പരാതി സ്വീകരിക്കും? അത് കഴിഞ്ഞിട്ട് ഞാൻ രാജേന്ദ്രൻ മരിച്ച ശേഷം മോർച്ചറിയുടെ പേരിൽ ഞാൻ പരാതി കൊണ്ടുപോയി ഹൈക്കോടതിയിൽ. അപ്പോൾ ഞാൻ തന്നെ തയ്യാറാക്കി ബിഫോർ ദി ഓണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് ഡിവിഷൻ ബെഞ്ചല്ല, ബെഞ്ചിട്ടില്ല. അങ്ങനെ ഞാൻ കൊടുത്തപ്പോൾ ജസ്റ്റിസ് തങ്കപ്പൻ്റെ ഇതിൽ വിളിച്ചു. തങ്കപ്പൻ നിന്നോട് നോക്കിയിട്ട് പറഞ്ഞു, മഞ്ചേരി സുന്ദർരാജു ഉണ്ടായിരുന്നു. അന്ന് ചിരിച്ചു ആൾ. എന്നിട്ട് പറഞ്ഞു, ഇത് ഞാനിപ്പോൾ ഇത് ഡിവിഷൻ ബെഞ്ചിലേക്ക് അയക്കുകയാണ്, കാരണം രാജേന്ദ്രനായിരുന്നു ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്യില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല സാർ, കാരണം രാജേന്ദ്രൻ അത്രയ്ക്ക് നോളജ് എനിക്കില്ല. കാരണം ഇത് ഡിവിഷൻ ബെഞ്ചിൽ വരേണ്ടത് നിങ്ങൾ സിംഗിൾ ബെഞ്ചിൽ തന്നു. എന്തായാലും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, രാജേന്ദ്രനാണെങ്കിൽ പ്രോപ്പർ വേല ഇത് ചെയ്യുള്ളൂ, എവിടെ കൊടുക്കണം എന്ത് ചെയ്യണം എന്നറിയുമായിരുന്നു. പലപ്പോഴും ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും എനിക്ക്. കാരണം ഇങ്ങനത്തെ ഒരാൾ നമ്മുടെ ബന്ധുവോ ശത്രുവോ ആരായാലും ഇങ്ങനെ ഉണ്ടാവാത്തൊരു ചരിത്രം എന്ന് പറയാം അല്ലേ? ശരിക്കും ലെജൻഡ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരാൾ ഒരിക്കലും നമുക്ക് മറ്റൊരാൾക്ക് പകരം വയ്ക്കാം. ഇതിൽ പറയാൻ പറ്റാത്തൊരു കാര്യം ശരിക്കും ഞാൻ ആ പുസ്തകത്തിൻ്റെ പേര് നവാബ് രാജേന്ദ്രൻ ഓർമ്മക്കുറിപ്പുകൾ എന്നാണ്. അപ്പോൾ ഞാൻ അതിൽ എനിക്കും ഓർമ്മയുണ്ടാവില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, വീട്ടിൽ ജനിച്ചതും സാഹചര്യങ്ങളും വന്ന് ഈ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് എഴുതുമ്പോൾ അത് വെട്ടിത്തിരുത്താൻ പറ്റും. അതൊരു സൗകര്യം. അപ്പോൾ ആ പുസ്തകം കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഇതായിട്ട് അങ്ങനെ ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് തിരുവനന്തപുരത്താണ് മറ്റേ ആ DYSP മറ്റേ ഇതൊക്കെ തന്നത്, ഈ എന്താ പറയുക, ആ രാജേന്ദ്രൻ്റെ പെട്ടിയൊക്കെ ചെക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് കയ്യിലുണ്ടായിരുന്നു. എന്തൊക്കെ ഉണ്ടായിരുന്നു സാർ അത് മരണസമയത്ത്? ഡ്രസ്സുകൾ, അത്യാവശ്യം ഉപയോഗിക്കുന്ന കണ്ണട, പിന്നെ മാല, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ അത്യാവശ്യം. ഒന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ വാച്ച്, പിന്നെ പേന, പെൻസിൽ, ഡയറി, അത്യാവശ്യ സാധനങ്ങൾ, ഹാൻഡ് റൈറ്റിംഗ് എഴുതിയിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു.
അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി ഒരിക്കലൊരു തിരുവനന്തപുരത്തല്ല കോട്ടയത്താന്ന് തോന്നുന്നു, ഒരു പോലീസുകാരുടെ പെരുമാറ്റം എങ്ങനെയാണെന്ന് അറിയാമല്ലോ ശരിക്കും പറഞ്ഞാൽ. അപ്പം SP ആണെന്ന് തോന്നുന്നത്. കണ്ടിട്ട് ഇങ്ങനെ എല്ലാം സംസാരിച്ച് ഞാനത് കേട്ട് കാര്യം. ഇപ്പം ഞാൻ എവിടെയാണ് സ്ഥലം നവാബ്, അത് ആദ്യം പറയായിരുന്നില്ലേ എന്ന്. അപ്പോൾ എവിടെയും മിക്കവാറും അറിയുന്ന ഈ ന്യൂ ജനറേഷൻ ഇത് അറിയില്ല, കാരണം കാലത്തിൻ്റെ മാറ്റം വന്നില്ല, ഇത്തരം വർഷങ്ങൾ കണ്ടുകൊണ്ട് ഇത് അറിയില്ല. യഥാർത്ഥത്തിൽ ഒരു പാഠ്യ വിഷയമാക്കേണ്ട ഒരാളാണ്. ശരിക്കും ഒരു പാരലൽ ഹിസ്റ്ററിയാണ്. 1968 മുതൽ 2003 രാജേന്ദ്രൻ മരിക്കുന്ന കാലഘട്ടം വരെയുള്ള കേരള രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ സമാന്തര ചരിത്രം തന്നെയാണ് രാജേന്ദ്രൻ്റെ ലൈഫ്. ഇടപെടാത്തൊരു ഫീൽഡ് ഉണ്ടായിരുന്നില്ല. 2003 ഒക്ടോബർ 10 സംഭവബഹുലമായ ആ ജീവിതം അവസാനിച്ചു. ഒരു നല്ല മനുഷ്യൻ്റെ ജീവിതവും ജോലിയും ഞാൻ നശിപ്പിച്ചു എന്ന് പിൽക്കാലത്ത് ജയറാം പടിക്കലിന് വിലപിക്കേണ്ടി വന്നു. മരണശേഷം നവാബിൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് പഠനാവശ്യത്തിനായി വിട്ടു നൽകി. പക്ഷേ പഠനാവശ്യത്തിനായി വിട്ടു നൽകിയ മൃതദേഹം അഴുകിയ നിലയിൽ പിന്നീട് കണ്ടെത്തുകയും വിവാദമാകുകയും ചെയ്തു. നവാബ് മടങ്ങിപ്പോയിട്ട് 23 വർഷങ്ങളാകുന്നു. പക്ഷേ അദ്ദേഹം അവശേഷിപ്പിച്ചു പോയ ആ ശൂന്യത ഇന്നും അതേപടിയുണ്ട്. അതെ, നവാബ് രാജേന്ദ്രന് പകരം വയ്ക്കാൻ മറ്റൊരാളില്ല, ഇനി ഉണ്ടാവുകയുമില്ല.